Welcome to the Hindu editorial analysis of 4th November 2022. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ ആർട്ടിക്കിൾസ് നോക്കാം, ആർട്ടിക്കിളിൽ വന്നിരിക്കുന്ന വൊക്കാബുലറി നോക്കാം, ആൻഡ് ലെറ്റ്സ് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. നമുക്ക് പഠിച്ച് കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകാം. അപ്പോൾ താമസിപ്പിക്കാതെ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ കോട്ട് ഇതാണ്: നേച്ചർ ഹാസ് ഗിവൺ us all the pieces required to achieve exceptional wellness and health, but has left it to us to put these pieces together. നമ്മളെപ്പോഴും പറയില്ലേ, ഒരു കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല, അതില്ല ഇതില്ല എന്നൊക്കെ നമ്മൾ ഭയങ്കര പരാതി പറിച്ചില്ല. പക്ഷേ ശരിക്കും നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ മുമ്പിൽ എല്ലാ റിസോഴ്സസും ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള എല്ലാ റോ മെറ്റീരിയൽസും ഉണ്ട്. പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്കറിയില്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നം. ഒന്നിനും കുറവ് നമുക്കില്ല. നമ്മുടെ പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മുടെ മുമ്പിലുള്ള, നമ്മുടെ കൺമുൻപിലുള്ള ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മുടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല. അവിടെയാണ് പ്രശ്നം. അപ്പം ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മൾ ഈ പ്രകൃതിയിലുള്ള, നമ്മുടെ നേച്ചറിലുള്ള, നമ്മുടെ സിറ്റുവേഷനിൽ നമ്മളുള്ള ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ മുമ്പിലുള്ള റിസോഴ്സസ്, റോ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യാം ഇൻ എ പ്രോപ്പർ വേ. അതിനെ പക്ക ഉപയോഗിച്ച് അതിനെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ കയ്യിലിരിക്കുന്ന പരിപാടിയാണ്. ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. അതാണ് കാര്യം. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം, താമസിപ്പിക്കുന്നില്ല. നമ്മുടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അഡാ 24/7 മലയാളം ചാനൽ, നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡെയിലി ക്വിസസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, സബ്ജക്റ്റ് വൈസ് ആയിട്ട് പഠിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം വൈസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം, മാഗസീൻസ് റിക്വയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ബുള്ളറ്റിൻ പോയിൻറ്റ്സ് കിട്ടും, അതെല്ലാം ഉപയോഗിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എല്ലാ ദിവസവും നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ എഡിറ്റോറിയൽ സെഷനുണ്ട്, കറണ്ട് അഫയേഴ്സിൻ്റെ ഡെയിലി സെഷൻ ഉണ്ട്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും, അതുപോലെ PYQ സെഷൻസും, എക്സാം അനാലിസിസും, നോട്ടിഫിക്കേഷൻ വീഡിയോസും, സ്ട്രാറ്റജി വീഡിയോസും, ഇൻഫർമേഷൻ എല്ലാം നിങ്ങളോട് കൃത്യമായിട്ട് എത്തിക്കാറുണ്ട്. അതുകൂടാതെ നമ്മൾ കണ്ടൻറ്റ് ഒരുപാട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും അതും ഇതെല്ലാം കിട്ടുന്നുണ്ട്. അപ്പം എല്ലാ എക്സാംസിനും, അതിപ്പോൾ SSC ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഇതിപ്പോൾ കേരള PSC ആയിക്കോട്ടെ, കോർട്ട് എക്സാംസ് ആയിക്കോട്ടെ, ദേവസ്വം ബോർഡിൻ്റെ എക്സാംസ് ആയിക്കോട്ടെ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഏത് എക്സാമാണ് വേണ്ടത് എല്ലാത്തിനും ക്ലാസ്സുകൾ ഇവിടെയുണ്ട്, KS ഒക്കെ. ഓക്കെ, അപ്പോൾ മറക്കണ്ട, മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ഇത് അഡാ 24/7 മലയാളം ചാനൽ. അപ്പോൾ ഇന്ന് 4-ാം തീയതി. അപ്പോൾ ഇന്ന് 4-ാം തീയതിയിൽ നമ്മുടെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് വിടണം. അതുപോലെ വൊക്കാബുലറി നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒന്ന് റീബിൽഡ് ചെയ്തെടുക്കാം. എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള സെഷനാണ്. അതിപ്പോൾ കേരള PSC ആണെങ്കിലും, SSC ആണെങ്കിലും, ബാങ്കിങ് ആണെങ്കിലും, ഇനിയിപ്പോൾ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് നോക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഡെയിലിയുള്ള സെഷനാണ്. 8:30 മുതൽ 9:30 വരെയുള്ള സെഷനാണ്. അപ്പോൾ എന്നും 2 ആർട്ടിക്കിളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആർട്ടിക്കിളോട്ട് എന്തായാലും പോവാം. ഇന്ന് എന്താ പറ്റിയ, ആൾക്കാരൊക്കെ കുറവാണല്ലോ, ഉറങ്ങുവാണോ എല്ലാവരും? സാധാരണയുള്ള ആൾക്കാരൊന്നും ഇല്ലല്ലോ ഇന്ന്, ഉറക്കത്തിലാണോ എല്ലാവരും? വരുന്നുള്ളെന്ന് തോന്നുന്നു. ഓക്കെ, എനിവേസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാര്യങ്ങൾ മുന്നോട്ട് വരും. ദ ഷോ മസ്റ്റ് ഗോ ഓൺ അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. നമ്മുടെ ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹു തിരിച്ച് ഭരണത്തിലോട്ട് വന്നു ഇസ്രായേലിൽ. അപ്പോൾ അതിനെപ്പറ്റി ഹിസ് കം ബാക്ക്, അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിളുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഓരോ കൺട്രീസിലെ കാര്യങ്ങളാണ്. ബ്രസീലിൽ നോക്കി കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു, ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഡെൻമാർക്കിൽ, ഇന്നലെ നമ്മൾ ഡെൻമാർക്കിനെ പറ്റിയാണ് പറഞ്ഞത്. ഇന്ന് ഇസ്രായേലിൽ തിരിച്ച് ഇലക്ഷനൊക്കെ നടന്ന ഓരോ കംബാക്കുകളെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ തിരിച്ചു വരവിനെ പറ്റി ഒരു ആർട്ടിക്കിളുണ്ട്. പക്ഷേ അതല്ല നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റീഡ് ചെയ്തിട്ടോ. ഇന്നൊരു ആർട്ടിക്കിളുണ്ട്. ഇറ്റ്സ് അബൌട്ട് എഡിറ്റോറിയൽ പ്രസൻറ്റേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളുടെ റെലവൻസ്, അതുപോലെ തന്നെ എത്ര ആക്യുറേറ്റ് ആയിരിക്കണം ഇഷ്യൂസ് ഓർ കൊടുക്കുന്ന കണ്ടൻറ്റ് എത്ര റെലവൻ്റ് ആയിരിക്കണം, ന്യൂസ് പേപ്പറിനെ പറ്റി, അബൌട്ട് മീഡിയ, അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിളാണ് എന്നുള്ളത്. അപ്പോൾ ദ വയർ എന്ന ന്യൂസ് പേപ്പർ മാഗസീൻ ഓർ ന്യൂസ് പേപ്പറിൽ, വയറിൽ അവർ പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ. അപ്പം അതിനെപ്പറ്റിയാണ് ഇന്ന് ഹിന്ദു എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് അധികം വൊക്കാബുലറി ഉണ്ട്, ഒരുപാട് വൊക്കാബുലറി ഉണ്ട് കേട്ടോ. ഒരുപാട് വൊക്കാബുലറി ഇന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ യൂസേജ് കൃത്യമായിട്ട് നമുക്ക് നോക്കിയിരിക്കുക. കുറച്ചുകൂടെ സീരിയസ് ആയിട്ടൊരു ഇഷ്യൂവിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് വായിച്ചാണ് ന്യൂസ്. എന്തായാലും ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഇന്നത്തെ വേർഡ്സ്. ആദ്യം ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സ്, ഇഡിയംസ് ഒക്കെ നോക്കാം. വളരെ കുറച്ച് ഫ്രേസൽ വേർബ്സ് ആൻഡ് ഇഡിയംസ് ഒക്കെ ഉള്ളൂ. നമുക്ക് അതിന് ശേഷം നമ്മുടെ വൊക്കാബുലറിയിലോട്ട് പോകാം. ആൻഡ് സ്പോട്ട് ദ റിക്വസ്റ്റ് മറക്കണ്ട, എല്ലാ ദിവസവും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാര്യം എക്സാമിന് വരുന്ന രീതിയിലുള്ള സ്പോട്ട് എറേഴ്സാണ് ഞാൻ നിങ്ങൾക്ക് എഡിറ്റോറിയൽ നിന്ന് എടുത്ത് തരാറ്. അപ്പോൾ ആ രീതിയിലൊന്ന് ശ്രദ്ധിച്ചോളാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ കാര്യം നോക്കിക്കോളാം. ആൻഡ് കോമൻറ്റ് സെക്ഷനിൽ തരാനും മറക്കരുത്. ഹോംവർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ് അല്ലേ. അപ്പോൾ പോവാം. യെസ്, ആദ്യത്തെ
ഫ്രേസൽ വേർബ് ഇതാണ് ടേൺ ഔട്ട്. കഴിഞ്ഞ ഇടയ്ക്ക് ഡിഗ്രി പ്രിലിംസിലെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു ടേൺ ഔട്ട്. എന്താ ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ? ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ, പ്രൂവ് ടു ബി ഇങ്ങനെയാകുക, ഇങ്ങനെ ഒരു ആയിത്തീരുക, ദാറ്റ് ഇസ് ടേൺ ഔട്ട്. ഇറ്റ് ടേൺ ഔട്ട് വെൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പോഴും പറഞ്ഞിട്ടുണ്ടായോ, ഇറ്റ് ടേൺ ഔട്ട് വെൽ എന്ന് പറഞ്ഞാൽ ഭാഗ്യത്തിനത് ഇങ്ങനെ ആയിത്തീർന്നു, ഇങ്ങനെ ആയിത്തീരുക, പോസിറ്റീവ് ആകട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, റിസൾട്ട് എങ്ങനെ ഒരു റിസൾട്ടായി മാറുക എന്നൊരർത്ഥത്തിലാണ് ടേൺ ഔട്ട് എന്ന വാക്ക് നമ്മൾ പറയാം, ഫ്രേസൽ വേർബ് പറയാം. പിന്നെ അടുത്ത വാക്ക് ടേക്ക് ഡൗൺ. ഒരു കാര്യം ടേക്ക് ഡൗൺ ചെയ്തു എന്ന് പറഞ്ഞാൽ ടേക്ക് ഡൗൺ ദി ഫ്ലക്സ് ടേക്ക് ഡൗൺ ചെയ്തേ, അതങ്ങ് റിമൂവ് ചെയ്തേ. ടേക്ക് ഡൗൺ ദ പോസ്റ്റർ, ടേക്ക് ഡൗൺ മൈ ഫോട്ടോ ഫ്രം ദി സോഷ്യൽ മീഡിയ, അല്ലേ, ടേക്ക് ഡൗൺ ദാറ്റ് പോസ്റ്റ് ഫ്രം ദ സോഷ്യൽ മീഡിയ. അല്ലെ, ചില സമയത്ത് സർക്കാരൊക്കെ പറയാറുണ്ടല്ലേ, ഗവൺമെൻറ്റിൻ്റെ ഒക്കെ പറയുന്നത് എന്തെങ്കിലും ഒരു പോസ്റ്റ് നമ്മൾ ഇട്ടു സോഷ്യൽ മീഡിയ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാനുള്ള പരിപാടി, അപ്പം ഇടുമ്പോൾ അത് എന്തെങ്കിലും സർക്കാരിനെ വ്രണപ്പെടുത്തുന്ന എന്തെങ്കിലും മുറിപ്പെടുത്തുന്ന എന്തെങ്കിലും ആണെങ്കിൽ അത് ടേക്ക് ഡൗൺ ചെയ്യാൻ അവർ പറയും. ടേക്ക് ഡൗൺ ചെയ്യുന്നത് റിമൂവ് ചെയ്യുക, അതാണ് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം നമ്മൾ പറയാറുണ്ടല്ലേ, ടേക്ക് ഇറ്റ് ഡൗൺ, അതൊന്ന് എഴുതിക്കോണേ, എഴുതി വെച്ചോണേ. റൈറ്റ് ഡൗൺ, എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് എഴുതി വെക്കുന്നതിനെ നമുക്ക് ടേക്ക് ഡൗൺ എന്ന് പറയാം. രണ്ടെണ്ണം ഉണ്ട്, രണ്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന രണ്ട് അർത്ഥങ്ങളാണ്. ഒന്ന് ടേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യുക, രണ്ടാമത്തെ ടേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ടേക്ക് ഡൗൺ എഴുതി വെക്കുക എന്നുള്ള കാര്യത്തിലാണ് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്, നമ്മുടെ ടേക്ക് ഡൗൺ ഓർത്തോണം, മറക്കണ്ട. അടുത്തത് വളരെ ഫോർമലായിട്ടുള്ളൊരു എക്സ്പ്രഷൻ പറഞ്ഞുതരാം കേട്ടോ. ഇതൊരു ഫോർമലായിട്ടൊരു എക്സ്പ്രഷനാണ്, ഇൻഫോർമൽ അല്ല, ഫോർമലായിട്ടുള്ളൊരു എക്സ്പ്രഷനാണ്. അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് സംതിങ്. അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സുമോട്ടു എന്നൊക്കെ പറയില്ലേ, കോർട്ട് സ്വമനസ്യ കേസ് എടുത്തു എന്നൊക്കെ നമ്മൾ പറയുന്നേക്കാം. സുമോട്ടു ലാറ്റിൻ ഫ്രേസ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും ഇപ്പം അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് അല്ലെങ്കിൽ അറ്റ് ദി ഇൻസ്റ്റിഗേഷൻ ഓഫ്. വേറൊരാളെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ട് വേറൊരാളെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അത് ചെയ്യുന്നൊരു കാര്യം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതാണ് എന്തിൻ്റെ ഫലമായിട്ട് നടന്നതാണ്? മറ്റൊരു ആളുടെ റിക്വസ്റ്റോ മറ്റൊരാളുടെ ഇൻസ്റ്റിഗേഷനോ നിർബന്ധം കൊണ്ടോ ഒരാൾ നിർബന്ധിച്ചത് കൊണ്ടോ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അവിടെ പറയുന്നൊരു ഫ്രേസാണ് അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് സംബഡി എന്നുള്ള അർത്ഥത്തിൽ. സോ ഓർത്തോണേ, അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് ഫോർമൽ യൂസേജ് ആണ് ഇത്. നിങ്ങൾക്ക് വേറെ എവിടെയും നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിലൊന്നും കാണാൻ പറ്റില്ല. ഇത് നമ്മൾ എഴുത്തിൽ കാണാൻ പറ്റുന്നൊരു കാര്യം, റിട്ടൺ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. ഓക്കെ, ശ്രദ്ധിച്ചോണം. അടുത്താണ് സ്ട്രൈക്ക് എ കോർഡ്. നോക്കിക്കേ, സ്ട്രൈക്ക് എ കോർഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്ട്രൈക്ക് എ കോർഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്ട്രോങ്ലി ഇംപ്രസ് സംബഡി, അല്ലേ? സ്ട്രക്കാണ്. ഇപ്പോൾ സ്ട്രൈക്കിൻ്റെ പാസൻസ് ഓർത്തോണേ. സ്ട്രൈക്ക് കോഡ് പറയുമ്പോൾ നിങ്ങളതിൻ്റെ പാസൻസ് എഴുതുമ്പോൾ അത് എപ്പോഴും ശ്രദ്ധിച്ചോണം, ഗ്രാമാറ്റിക്കലി തെറ്റിക്കാതെ എഴുതുക കേട്ടോ. സ്ട്രൈക്കിൻ്റെ പാസൻസ് എന്താ? സ്ട്രക്കാണ്, V2. സ്ട്രൈക്ക് കോഡ്, സ്ട്രക്ക് കോഡ് എന്നോർത്തോണം. ഓക്കെ, അപ്പോൾ ഒരാളെ ഇംപ്രസ് ചെയ്യാം, നമുക്കൊരാളെ ഒരാളെ വീഴ്ത്താൻ പറ്റുന്നുണ്ടല്ലേ, അവരെ വീഴ്ത്താൻ പറ്റുന്നുണ്ട്. സ്ട്രൈക്ക് കോഡ് എന്ന് പറഞ്ഞാൽ അതാണ്, വീഴ്ത്താൻ പറ്റി, ഇംപ്രസ് ചെയ്യാൻ പറ്റി, അതാണ് സ്ട്രൈക്ക് എ കോഡ്. സ്ട്രക്ക് എ കോഡ് പാസൻസും അതാണ്. അടുത്തത് ലുക്ക് അറ്റ് സംതിങ്, ലുക്ക് ഫോർ സംതിങ്, അല്ലേ? നമ്മൾ ലുക്ക് വെച്ചിട്ട് ഒരുപാട് കേട്ടു, ലുക്ക് ഇൻ ടു സംതിങ്, അല്ലേ, ഒക്കെ കേട്ടിട്ടുണ്ട്. അല്ലെ, ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യു ലുക്ക് ഫോർ സംതിങ് എന്ന് പറഞ്ഞാൽ യു ഹോപ്പ് ഫോർ സംതിങ് ഓർ യു എക്സ്പെക്ട് സംതിങ്, പ്രതീക്ഷിക്കുക, അതിനെയാണ് ലുക്ക് ഫോർ. ദ ഗവൺമെൻറ് മസ്റ്റ് ലുക്ക് ഫോർ എ സൊല്യൂഷൻ, ഗവൺമെൻറ് മസ്റ്റ് എക്സ്പെക്ട് സൊല്യൂഷൻസ്, അല്ലേ? സൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യണം ഗവൺമെൻറ്, ഇല്ലേ പണി പാളും എന്നുള്ള ഇതിലാണ് ലുക്ക് ഫോർ, അല്ലേ? ഹോപ്പിയാണ്, കിട്ടുമെന്നൊരു പ്രതീക്ഷ നമുക്ക്, അല്ലേ? യു ആർ ലുക്കിംഗ് ഫോർ സംതിങ്, അല്ലേ? ഐ യു ലുക്കിംഗ് ഫോർ സംതിങ്, ഐ യു ഹോപ്പിംഗ്, ഐ യു സെർച്ചിങ് സംതിങ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയില്ലേ, ആ ഒരു അർത്ഥത്തിലാണ് ലുക്ക് ഫോർ പറയാം. ഓർത്തോണം കേട്ടോ, അല്ലേ? ലുക്കറ്റ് വേറെ എന്നാൽ ലുക്ക് ഫോർ വേറെ, ഓർത്ത് വെച്ചോണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ലുക്ക് വെച്ചിട്ടുള്ള ഒരുപാട് ഫ്രേസൽ വെർബ്സ് ഉണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇപ്പോഴും പഠിച്ചു വെച്ചോളൂ കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വരുന്നുണ്ട് എഡിറ്റോറിയൽ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഒന്ന് ഓർത്തോണം. ഓക്കെ, യെസ്, ലെറ്റ് മീ സീ. ഓക്കെ, ഹിസ് ഹാർഡ് വർക്ക് turned out success അല്ല, turned out to be success. കേട്ടോ അനുപമ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് turned out to be a success എന്ന് കൊടുക്കണം. Right to property was took down from catalogue of fundamental rights. That's great. The prediction turned out to be true after the incident. All right, that's great. You should take down the important points during the seminar. That's great. You should take down the words in the editorial session. Of course you should, അല്ലേ? എഴുതി വെക്കണം, കാരണം പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ആദ്യം അത് എഴുതുമ്പോൾ കുറേ തോന്നും, പിന്നെ അങ്ങോട്ടേക്ക് മാറിക്കോളും. നല്ല എന്താ പറയുക, അതൊക്കെ നമുക്ക് പിന്നെ സ്ഥിരമായിട്ട് ഒരു രീതിയിലായിട്ട് തോന്നിക്കോളും. ദാറ്റ്സ് ഇറ്റ്. ഗുഡ് മോർണിംഗ് സോനൽ. ഐ ലുക്ക് ഫോർ മൈ പേരൻസ് പെർമിഷൻ. ദാറ്റ്സ് ഗ്രേറ്റ്. അവരെ പ്രതീക്ഷിക്കുകയാണ്, ഇപ്പോൾ ഞാൻ അവരുടെ ഇതിലല്ലേ ഭാവന, അത് കൊള്ളാം. ദ ആർട്ടിക്കിൾ വിച്ച് കുഡ് പോസിബിളി കോസ് എ കമ്മ്യൂണൽ റൈറ്റ് വാസ് ടേക്കൺ ഡൗൺ ബൈ ദ എഡിറ്റർ. അതെ, കൃഷ്ണാഞ്ജന, യെസ്. നന്ദീഷ, നമസ്കാരം. അപ്പോൾ
മറക്കണ്ട ഇന്നത്തെ ഫ്രേസൽ വേർബ്സ് ഇഡിയംസ് ഒക്കെ ടേൺ ഔട്ട്, ടേക്ക് ഡൗൺ, അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് സ്ട്രൈക്ക് എ കോർഡ്, ലുക്ക് ഫോർ. ഇതാണ് ഇന്ന് ആകെപ്പാട് 5 ഉള്ളൂ. ഇന്നലെ 4 ഉണ്ടായിരുന്നുള്ളൂ, ഇന്നത്തെ 5 ഉള്ളൂ. നമുക്ക് വലിയ അധികം കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ വേർഡ്സ് ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഉഷാറായിട്ട് കാര്യങ്ങളിലോട്ട് പോകാം. അടുത്ത സെറ്റ് ഓഫ് വേർഡ്സിലോട്ട് പോകാം. യെസ്, വെനെവർ മൈ പേരൻസ് കം ബാക്ക് ഹോം ആഫ്റ്റർ വർക്ക് ഐ ലുക്ക് ഫോർ സ്നാക്സ്. അത് കൊള്ളാം അല്ലേ? എനിക്ക് നമ്മുടെ ഒരു ഇൻസ്റ്റഗ്രാമിൽ കണ്ടൊരു പോസ്റ്റ് ഓർമ്മ വന്നു, അത് ഞാൻ പെട്ടെന്ന് ചിരിച്ച്. ഐ ലുക്ക് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ, ദാറ്റ്സ് ഗ്രേറ്റ്. ടേൺ ഔട്ട് മീനിങ് പ്രൂവ് ടു ബി അല്ലേ? അപ്പോൾ വീണ്ടും ടു ബി കൊടുക്കാൻ പറ്റും മിസ്? പറ്റും. പ്രൂവ് ടു ബി എന്നുള്ളത് അതിൻ്റെ പ്രൂവിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്. പ്രൂവ് ടു ബി, ടേൺ ഔട്ട് ടു ബി. ഹീ ടേൺ ഔട്ട് വെൽ. അവിടെ ഞാൻ വെൽ ഉപയോഗിച്ചത് എന്തുകൊണ്ടാണ്? വെൽ അവിടെ അഡ്വേർബ് ആയിട്ടല്ലേ. പക്ഷേ അതിന് ശേഷം നമുക്കൊരു ഇങ്ങനെ ഒരു ആയി തീർന്നു എന്നുള്ളതാണ്. ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി എ സക്സസ്. ആ അർത്ഥം ടു ബി. ഓക്കെ, ആരാണ് ടു ബി ഉപയോഗിക്കുക കേട്ടോ, ഉപയോഗിക്കണം, അതാണ്. ദ പ്രോപ്പ് ഗെയിൻ മൊമെൻറ്റം അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് ജനറൽ പബ്ലിക്, ദാറ്റ്സ് ഗ്രേറ്റ്. ഐ എം ലുക്കിംഗ് ഫോർ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, ദാറ്റ്സ് ഗ്രേറ്റ്. രശ്മി, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ ഇതാ ഇപ്പം നമുക്കുണ്ടല്ലോ ടെസ്റ്റ് സീരീസിന് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ടെസ്റ്റ് സീരീസ്, നിങ്ങളിപ്പോൾ കോഴ്സൊന്നും പർച്ചേസ് ചെയ്യുന്നില്ല, ടെസ്റ്റ് സീരീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടെസ്റ്റ് സീരീസ് ഏത് കോഴ്സിനാണോ നിങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് പോകണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രാക്ടീസ് സെറ്റ് ആവില്ല. അപ്പോൾ പ്രാക്ടീസിന് വേണ്ടിയിട്ട് നമ്മുടെ ടെസ്റ്റ് സീരീസുകൾക്കും എല്ലാ ടെസ്റ്റ് പാക്കുകൾക്കും ഇപ്പോൾ 27% ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കോഡ് ഉപയോഗിക്കാം, Y314 എന്ന കോഡ് ഉപയോഗിച്ച് കോഴ്സ് നമുക്ക് ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യാം. കോഴ്സുകൾക്കൊക്കെ 15% ഡിസ്കൗണ്ട് ആണ്. പക്ഷേ ഇന്ന് നിങ്ങളുടെ ടെസ്റ്റ് സീരീസ് ഉപയോഗിച്ചാണ്, ഇന്നൊരു ദിവസം ഉപയോഗിച്ചാൽ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് 27% ഡിസ്കൗണ്ടിൽ കിട്ടും. മഹാപാക്ക് ഒന്നും എടുക്കാൻ പോകേണ്ട കാര്യം, ഓൾറെഡി ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഉണ്ട് എല്ലാം. പക്ഷേ അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ടെസ്റ്റ് സീരീസ് മാത്രം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 200 രൂപ 300 രൂപയ്ക്കുള്ളിലൊക്കെ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളത് പഠിച്ച് ഉപയോഗിക്കുക കേട്ടോ, അതുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ നമ്മുടെ SSC CGLൻ്റെ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. മറ്റന്നാളത്തേക്ക് നമ്മുടെ CHSL നോട്ടിഫിക്കേഷൻ എത്തി. അപ്പോൾ കാലണ്ടർ അനുസരിച്ച് നാളെ വരേണ്ട സാധനം മറ്റന്നാളത്തേക്ക് വരുള്ള ഇൻഫർമേഷൻ ഇന്നലെ കിട്ടിയിട്ടുണ്ട്. അപ്പം SSCയുടെ കാര്യങ്ങളൊക്കെ മുറപോലെ നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം എക്സാം എന്ന് പറയുന്നത് ഇറ്റ്സ് അറൗണ്ട് ദ കോർണർ. അപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ലാത്തവർ പഠിച്ചു തുടങ്ങാം കേട്ടോ, ഇനിയിപ്പം വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ നമ്മുടെ 50 days ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വൈകിട്ടില്ല, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ ഒപ്പം രാവിലെ എഡിറ്റോറിയൽ സെഷൻസും വൈകുന്നേരങ്ങളുള്ള നമ്മുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ സെഗ്മെൻറ്റുകളുണ്ട്. 9:30 to SSCയുടെ ടൈമാണ്. ആ സമയത്ത് നിങ്ങൾക്ക് വൈകിട്ട് 11 o'clock 11:45 12-നുള്ളിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമുണ്ട് യൂട്യൂബിലെ ക്ലാസ്സുകൾ. അപ്പം പരമാവധി ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക, ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, എന്നിട്ട് പഠിക്കുക. കാരണം പഠനം ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. നമ്മൾ എത്തുന്നുണ്ട്, നമ്മൾ റിസോഴ്സൊക്കെ ഉപയോഗിക്കേണ്ട കറക്റ്റായിട്ട്. അതാണ് നമ്മുടെ മുമ്പിലുള്ള സാധനമാണ്, അത് ഉപയോഗിച്ചാൽ മാത്രം മതി. അതുപോലെ SSC GD നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഫോഴ്സിലാണ്, അതും സെൻട്രൽ ഗവൺമെൻറ് ഫോഴ്സിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ November 13th ആണ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വരെ നോക്കിയിരിക്കരുത്, ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങാം. ആൻഡ് അപ്ലൈ ചെയ്തിട്ട് പഠിത്തം ഓർപ്പിക്കുക. എന്നിട്ട് കാര്യത്തിൽ നമുക്ക് 10th ലെവൽ ക്വാളിഫിക്കേഷൻ മതി. 10ാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോഴ്സിൽ കയറാം. വേറെ എന്ത് വേണം? November 14 നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മറക്കണ്ട, കോഡ് അറിയാലോ, Y314 Y314 എന്ന കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാം. ക്ലാസ്സിൽ വരാം, നമുക്ക് ക്ലാസ്സിൽ കറക്റ്റായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ച് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേർഡ്സിലോട്ട് പോകാം. ഹെവി ഹാൻഡഡ്, ആദ്യത്തെ വാക്കൊരു അഡ്ജക്റ്റീവാണ്. ഹെവി ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, ഒരു പ്രൊഫഷണൽ അല്ലാത്ത ഒരാൾ, ഒട്ടും ഒരു കാര്യം വൃത്തിയായിട്ട് ചെയ്യത്തില്ല. ക്ലംസി, awkward അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻറ്റ്, ഇനപ്റ്റ് ആണെങ്കിൽ ഹെവി ഹാൻഡ്. യു ആർ ഹെവി ഹാൻഡഡ്, യു ആർ ക്ലംസി, യു ആർ awkward അല്ലെങ്കിൽ യു ആർ ഇൻഎഫിഷ്യൻറ്റ് എന്നൊക്കെ നമ്മൾ ഒരാളെ കളിയാക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് ഹെവി ഹാൻഡ്. ഹെവി ഹാൻഡഡ് ഒരു നെഗറ്റീവ് വേർഡാണ് കേട്ടോ, ഓർത്തണം. ലൈറ്റ് ഹാൻഡഡ് ആണെങ്കിൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും, ഒരു കാര്യം സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ലൈറ്റ് ഹാൻഡഡ് ആണ്. ഹെവി ഹാൻഡഡ് നേരെ ഓപ്പോസിറ്റാണ്. കാര്യങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഭയങ്കര കുളവാക്കി ചെയ്യുന്ന ഒരാളാണെങ്കിൽ യു ക്യാൻ സേ ഹെവി ഹാൻഡഡ് പേഴ്സൺ എന്ന് പറയാം. അടുത്ത പെറിൽ, കേട്ട് പരിചയം ഉണ്ടാവുമായിരിക്കും. നമ്മൾ പെറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പെറിലസ് ജേർണി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പെറിലസ് ഇസ് അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ, ഡേഞ്ചറസ് എന്നുള്ള അർത്ഥത്തിൽ അഡ്ജക്റ്റീവാണ് പെറിലസ്. അപ്പോൾ പെറിൽ എന്ന് പറയുന്നത് നൗണാണ്. ഡേഞ്ചർ, ജപ്ഡി, റിസ്ക്, ഹസഡ്, മെനേസ് എന്നൊക്കെയാണ് നമ്മുടെ പെറിൽ എന്ന നൗണിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോളാം. പിന്നെയുള്ള ലാക്സിറ്റി, റിലാക്സ് എന്ന് നമ്മൾ പറയില്ലേ, റിലാക്സ് ചെയ്യുന്നേ. അപ്പോൾ റിലാക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അയച്ചു നോക്കി നമ്മൾ കുറച്ചുകൂടെ കെയർലെസ് ആവാണ് അല്ലേ, കുറച്ച് നേരം ഒന്ന് സ്ലഗിഷ് ആയിട്ട് ഒന്ന് കെയർലെസ് ആയിട്ടിരിക്കണം, റിലാക്സ്. അപ്പോൾ ലാക്സിറ്റി അതിൻ്റെ നൗണാണേ. അപ്പം ലാക്സിറ്റി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വേർഡാണ്. കെയർലെസ്നെസ്, ഫെയിലിയർ, നമ്മുടെ ഒരു അബദ്ധം, ഒരു മിസ്റ്റേക്ക്, സ്ലാക്നെസ്, ഇൻഅറ്റൻറ്റീവ്നെസ് അല്ലേ, ഇൻഅറ്റൻഷൻ അല്ലെങ്കിൽ ഓവർസൈറ്റ് അറിയാലോ. സൂപ്പർവിഷൻ അല്ല, വേറൊരു ഓവർസൈറ്റ് കൂടി ഉണ്ട്. രണ്ടാമത്തെ ഓവർസൈറ്റ് എന്താണ്?
ഓവർസീയിങ് എന്നുള്ള അർത്ഥത്തിൻ്റെ ഓവർസൈറ്റ് വേറൊരു ഓവർസൈറ്റ് എന്നാൽ എറർ അല്ലെങ്കിൽ ഫെയിലിയർ എന്നർത്ഥമാണ്. സോ ലാക്സിറ്റിക്ക് ഫെയിലിയർ എന്നൊരർത്ഥം കൂടെ ഉണ്ട്. അടുത്ത ഡിഫമേഷൻ, കേട്ട് പരിചയം ഉണ്ടായിരിക്കും. ഡിഫമേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫെയിം ചെയ്യുക, നമ്മളൊരാളെ നാണം കെടുത്തുക അല്ലേ, നാണം കെടുത്തുന്നതിനെയാണ് ഡിഫെയിം ചെയ്യുക എന്ന് പറയാം അല്ലേ. അപ്പോൾ ഡിഫമേഷൻ അതിൻ്റെ നൗൺ ഫോമുലേഷൻ. സോ ഡിഫെയിം ഈസ് വേർബ്, ഡിഫമേഷൻ അതിൻ്റെ നൗൺ ഫോമുലേഷനാണ്. അപ്പം ഡിഫമേഷൻ എന്ന് പറഞ്ഞാൽ ലൈബൽ അല്ലെങ്കിൽ സ്ലാൻഡർ, കാലംനൈ, വില്ലിഫിക്കേഷൻ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സാധനമാണേ. ഡിഫമേഷൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നും നമ്മൾ ഒരാളെ നാണം കെടുത്തുക അല്ലെങ്കിൽ ഒരാളെ ചീത്ത പറയുക, ക്രിട്ടിസൈസ് ചെയ്യുക, ക്രിറ്റിസിസം, അതൊക്കെയാണ് ഡിഫമേഷൻ എന്ന് പറയുക. ഡിഫെയിം ചെയ്യുക, പേര് കളയുക അല്ലെ, നാണം കെടുത്തുന്ന പരിപാടി, റെപ്യൂട്ടേഷൻ കളയുന്ന പരിപാടി. പിന്നുള്ളതൊരു ഗ്രേവ്, കേട്ട് പരിചയമുണ്ട്. ഗ്രേവ്, ഒന്ന് ഗ്രേവ് ഉണ്ട്, നമ്മുടെ ടൂം സ്റ്റോൺ ഗ്രേവ് അല്ലേ, കുഴിമാടം എന്നൊക്കെ നമ്മൾ പറയും സാധനം, ഗ്രേവ് നൗൺ. പക്ഷെ അത് നമുക്ക് അല്ല, അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത് വരാറില്ല. ഗ്രേവ് യാർഡ്, ഗ്രേവ് ഒന്നും വരാറില്ല. ബട്ട് അഡ്ജക്റ്റീവ് ഫോമുലേഷൻ ഉണ്ട് ഗ്രേവ്. അതിൻ്റെ അർത്ഥം ഇതാണ്, ഏർജൻറ്റ്. ഇറ്റ്സ് ഏർജൻറ്റ്, വെരി ബാഡ്, സിറ്റുവേഷൻ വളരെ മോശമാണ്, സീരിയസ്, വറീഡ് ആണ്, അങ്ങനെ പറയാം. അഡ്ജക്റ്റീവ് ഫോമുലേഷനാണ്. ഗ്രേവ് സിറ്റുവേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. സോ ദാറ്റ് ഈസ് ഗ്രേവ്, ഇറ്റ് ഈസ് ഗ്രേവ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ക്ലിയർ ആണല്ലോ അത്, ഒന്ന് ഓർത്തോണേ. ലെറ്റ് മീ സീ യുവർ സെൻറ്റൻസസ് ദെൻ. ഓക്കെ. Looking for happiness should be an introspect act. Okay, that's great. Chitranjali, good morning. Neenu, good morning. Hi, good morning. Ellaru good morning. Maheshe, translate unde test series illa to illa. Havamole, good morning. Yes. Ponniyin Selvan first struck the chord of the audience. Yes, that has alle struck the chord. That's great. Okay. സെൻറ്റൻസ് വന്നിട്ട് സെൻറ്റൻസ് പോരട്ടെ, വേഗം സെൻറ്റൻസുകൾ വരട്ടെ കേട്ടോ, ഉഷാറായിട്ട് കാര്യങ്ങൾ വരട്ടെ. I think your presentation struck a chord in our teacher. That's great. You should speak confidently to strike a chord in the interviewer. Strike a chord in the interviewer alla, strike a chord with the interviewer. Okay. APJ struck a chord with everyone in India through strike a chord everyone, let's strike a chord with everyone in India through his life and message. The candidate was rejected by the panel due to his heavy-handed approach in solving problems. All right. He's heavy-handed in dealing with customers. Great. Bill Gates was titled heavy-handed by his mentors. All right. I struck a chord with her attitude to look for every situation. Bhavadi, with the top. Governor alleges that the ruling front in Kerala is trying to defame him. Yeah, I went through a grave situation yesterday. Since he's heavy-handed, we can't elect him as our leader. Clumsy ആയിട്ട് അല്ല, ഇൻഎഫിഷ്യൻ്റ് ആണ്, നമുക്ക് ഇങ്ങനെ വേണ്ട, എന്താ ചെയ്യുക, നമുക്ക് എഫിഷ്യൻ്റ് ആയ ആളെ മതി അല്ലേ. ഓക്കെ. ഹിസ് ലാക്സിറ്റി ഇൻ ഡ്രൈവിംഗ് ലീഡ് ടു ആണോ അല്ല, പാസ്റ്റ് ടെൻസ് അല്ലേ, അപ്പം എന്നാ കൊടുക്കണം, സോനിലെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ലെഡ് കൊടുക്കുക, LED ലെഡ്. ഓക്കെ, അല്ലെങ്കിൽ ലീഡ്സ് ടു കൊടുക്കണം അല്ലേ. ആക്സിഡൻറ്റ് നടന്നു എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ സബ്ജക്റ്റ് ലാക്സിറ്റി സിംഗുലർ അല്ലേ, അപ്പോൾ ലീഡ്സോ ഓർ ലെഡ്, പാസ്റ്റ് ടെൻസ് LED ലെഡ് കൊടുക്കുക. ഓക്കെ, മൂവിങ് ഓൺ. നെക്സ്റ്റ് നോക്കിക്കോ, ലാപ്സ്. ഒരുപാട് വേർഡ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, നോക്കിക്കോട്ടെ, പെട്ടെന്ന് നിങ്ങൾ സെൻറ്റൻസ് പറയണമെന്ന്, കാര്യം ഒരുപാട് വേർഡ്സ് ഉണ്ടെന്ന്. ലാപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം സാധനം, ഫെയിലിയർ അല്ലെങ്കിൽ ലാപ്സ് ചെയ്യുക എന്നുള്ള വേർബ് ഉണ്ട് കേട്ടോ. ലാപ്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ സ്ലിപ്പ് ചെയ്യുക, ലാപ്സ് എന്ന് പറഞ്ഞാൽ ഫെയിലിയർ, സ്ലിപ്പ് അല്ലെങ്കിൽ ഇൻ്റർവൽ, ഒരു ഗ്യാപ്പ് വന്നു. ഇപ്പോൾ നമ്മൾ ലാപ്സിന് പേയ്മെൻറ്റ് അല്ലേ, ദർ ഇസ് എ ലാപ്സ് ഇൻ യുവർ പേയ്മെൻറ്റ്. നീ പേയ്മെൻറ്റിന് വെച്ച് ലാപ്സ് വരുത്തിയിട്ടുണ്ട്, ഗ്യാപ്പ് വരുത്തിയിട്ടുണ്ട്, ഇൻ്റർവെൽ വരുത്തിയിട്ടുണ്ട് എന്ന് കേട്ടിട്ടില്ലേ. ബാങ്കൊക്കെ ലോണൊക്കെ എടുത്ത് കഴിയുമ്പോൾ നമ്മളോട് അല്ലേ, വണ്ടി ലോണൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരിപാടി പറയണം, ലാപ്സ് വന്നിട്ടുണ്ട്, ലാപ്സ് ഓഫ് പേയ്മെൻറ്റ് കേട്ടിട്ടുണ്ടായിരിക്കും, ഗ്യാപ്പ്, ഫെയിലിയർ എന്നൊക്കെ പറയും. രണ്ടർത്ഥമുണ്ട് ലാപ്സ്. പിന്നെ വേറെ വേർബ് അർത്ഥമായിട്ട് വരുമ്പോൾ ഡിറ്റീറിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുകയാണ് നമ്മളൊരു കാര്യത്തിന് അല്ലേ, റൂയിൻ ചെയ്യുക, ഫോൾ ചെയ്യുക, കൊളമാക്കുകയാണെന്ന്. അതാണ് ലാപ്സ് എന്ന്. ലാപ്സ് അല്ലേ, ദ ബിസിനസ് ലാപ്സ്ഡ്. ഒന്നും പറയണ്ടടാ, ബിസിനസ് എങ്ങനെയുണ്ട്, ഒന്നും പറയണ്ട, ആ ബിസിനസ് കൊളമായി, അതൊക്കെ മൊത്തം നശിച്ചു എന്ന് പറയില്ലേ, ദാറ്റ്സ് ഇറ്റ്, ഫോൾ ആ അർത്ഥത്തിൽ. അടുത്ത വീൽഡ് അറിയാമായിരിക്കും അല്ലേ, നമ്മൾ പൊന്നിയിൻ സെൽവനൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇതുണ്ട്, എന്താണ് നമ്മുടെ ചരിത്ര പടങ്ങളുണ്ട്, അതിൽ വാളെടുത്തിട്ടുള്ള പരിചയമൊക്കെ എടുത്തിട്ടുള്ള വീൽഡിങ് പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ട് അല്ല. വീശ, ദാറ്റ്സ് വീൽഡ്. ഇപ്പോൾ വീൽഡ് വീശ ഇൻ ദ സെൻസ് വാളെടുത്ത് വീശുന്നതായിട്ട് കേട്ടോ. ബ്രാൻഡിഷ്, ഫ്ലറിഷ് ചെയ്യുക, വെയ്വ് ചെയ്യുക, ട്വേൾ ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക, ഫ്ലോണ്ട് ചെയ്യുക. ഒരു കാര്യം എടുത്ത് നമ്മൾ എന്തിനാണ് വീൽഡ് ചെയ്യുക എന്ന് പറയില്ലേ, ഒരാൾക്കെതിരെ അങ്ങ് ആഞ്ഞ് വീശുക എന്ന് പറയും. ഇപ്പോൾ നമ്മളിപ്പം വാളെടുത്ത് പരിചയമെടുത്ത് വീശുന്നതല്ലാതെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും വീൽഡ്
ഒരാൾക്കെതിരെ എന്തെങ്കിലും എടുത്ത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ള രീതിയിലും അത് വരും. ലൈക്ക് വീൽഡ് ക്രിറ്റിസിസം അഗൻസ്റ്റ് എ പേഴ്സൺ എന്ന് പറയാം, അല്ലെങ്കിൽ വീൽഡ് പ്രൈസ് അഗൻസ്റ്റ് അല്ല വീൽഡ് പ്രൈസ് ടു പേഴ്സൺ എന്നൊക്കെ പറയാം. രണ്ട് രീതിയിലും പറയാം കേട്ടോ. അപ്പം അതിന് കോണ്ടെക്സ്റ്റുവൽ മീനിങ് വേറെ ഉണ്ട്, അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചോളാം. അടുത്തത് പ്രെഡിക്കമെൻ്റ് ആണ്. പ്രെഡിക്കമെൻറ്റ് നിങ്ങൾ കേട്ട് പരിചയം ഉണ്ടായിരിക്കും. ദുരവസ്ഥ അല്ലേ, വല്ലാത്തൊരവസ്ഥയിലാണ്. ഇപ്പം ലുക്ക് അറ്റ് ദ പ്രെഡിക്കമെൻറ്റ് ഓഫ് ദോസ് പീപ്പിൾ. അവരെ ഒന്ന് നോക്കിക്കുക, അവരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കുക. വല്ലാത്തൊരവസ്ഥയല്ലേ, ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ട്രബിൾ, അതിൻ്റെ പ്രെഡിക്കമെൻ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ പ്ലൈറ്റ് ഓഫ് ദ പോർ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പാവപ്പെട്ടവരുടെയൊക്കെ അവസ്ഥയെ, ദുരവസ്ഥയെ പ്ലൈറ്റ് ഓർത്തോണേ. പ്ലൈറ്റ്, ഡിഫിക്കൽട്ടി, ഇഷ്യൂ, ട്രബിൾ, മെസ്, അതിനെയൊക്കെയാണ് നമ്മൾ പ്രെഡിക്കമെൻ്റ് എന്ന് പറയുന്നത്. നെഗറ്റീവ് വേർഡാണ് പ്രെഡിക്കമെൻ്റ് എന്ന് പറയുന്നത്, ഓർത്തോണം. അടുത്ത ഡിസ്ക്രെഡിറ്റ്. ക്രെഡിറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം, ക്രെഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ട്രസ്റ്റ് അല്ലെങ്കിൽ ഫെയ്ത്ത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് അതിൻ്റെ റൂട്ട് വേർഡ് വെച്ചിട്ടൊന്ന് ഓർത്തോണം. ക്രെഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ട്രസ്റ്റ് അല്ലെങ്കിൽ ഫെയ്ത്ത്, വിശ്വസിക്കാം എന്നൊരർത്ഥത്തിലാണ് ക്രെഡിറ്റ് വരെ. ക്രെഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. എന്നാൽ ഡിസ് എന്ന നമ്മുടെ ഡിസ് എന്ന പ്രിഫിക്സ് വന്ന ഓർത്തോണം. ഡിസ്റെസ്പെക്റ്റ്, ഡിസപ്പോയിൻറ്റ് അല്ലേ, അതുപോലെ എന്തും ഡിസ് വെച്ചിട്ട് എന്ത് വാക്കും നിങ്ങൾ നോക്കിക്കോ, നെഗറ്റീവ് വേർഡാണ്. അപ്പം നെഗറ്റീവ് പ്രിഫിക്സ് കണ്ടാൽ ഓർത്തോണം, നെഗറ്റീവ് പ്രിഫിക്സ് കണ്ടാൽ ഓർത്തോണം ആ വാക്ക് നെഗറ്റീവാണ്. അപ്പോൾ അതിൻ്റെ സിനോണിം കണ്ടുപിടിക്കുമ്പോൾ നെഗറ്റീവ് വാക്ക് കിട്ടും, ആൻറ്റണിം കണ്ടുപിടിച്ച് പോസിറ്റീവ് വാക്ക് കിട്ടും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പ്രിഫിക്സ് ആൻഡ് സഫിക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രിഫിക്സ് വെച്ചിട്ട് സിനോണിം ആണോ ആൻറ്റണിം, പോസിറ്റീവ് നെഗറ്റീവ് വേർഡ് കണ്ടുപിടിക്കാമേ. സിനോണിം ആൻറ്റണിം പിന്നെ സഫിക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് പാർട്സ് ഓഫ് സ്പീച്ച് ആണെന്ന് കണ്ടുപിടിക്കാം. അഡ്ജക്റ്റീവ് ആണോ, നൗൺ ആണോ, അഡ്വേർബ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. സോ അതൊന്ന് ശ്രദ്ധിച്ചോണം കയ്യിൽ. അപ്പോൾ ഡിസ്ക്രെഡിറ്റ് എന്ന വാക്കിനെ നമുക്ക് നൗൺ ആയിട്ട് ഉപയോഗിക്കാം, വേർബായിട്ട് ഉപയോഗിക്കാം. സെയിം മീനിങ് തന്നെയാണ്. ഡിസോണർ അല്ലെങ്കിൽ ഡിസ്റെപ്യൂട്ട് അല്ലേ, നമ്മുടെ ഒരു എന്താ പറയുക, നാണക്കേട് അല്ലേ, നാണക്കേട് എന്ന് പറയും, അതാണ് ഡിസ്ക്രെഡിറ്റ്. എന്നാൽ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്ഗ്രേസ് ചെയ്യുക, ഡിസ്പരാജ് ചെയ്യുക, ആകെപ്പടക നാണം കെടുത്ത കുളമാക്കുക എന്ന് പറയില്ലേ, അങ്ങനെ അതിനെയാണ് ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറയാം. ഓർ ഡിസ്ഗ്രേസ് ചെയ്യുക എന്നൊക്കെ അർത്ഥത്തിൽ പറയാം. സെയിം സാധനമാണ്, വേർബ് ഫോർമുലേഷൻ ആണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അടുത്ത അലജ്ഡ്. അലജ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ക്ലെയിം ചെയ്യാണ്. അപ്പോൾ അലജ്ഡ് ചെയ്തത് എന്ന് പറഞ്ഞാൽ, അലജ് ചെയ്തത് എന്ന് പറഞ്ഞാൽ സപ്പോസ്ഡ്, ഇങ്ങനെയാണ് കരുതപ്പെടുന്നത്, നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. അലജ് ചെയ്യപ്പെടുന്നത്, ക്ലെയിം ചെയ്യപ്പെടുന്നത് മാത്രമല്ല, ക്ലെയിംഡ് അല്ലെങ്കിൽ സപ്പോസ്ഡ്, സോ കോൾഡ്, പെർപ്പറ്റഡ്, അതുപോലെ തന്നെ അപ്പാരൻറ്റ്, ഒസ്റ്റെൻസിബിൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നമ്മൾ സ്ഥിരമായി പറയുന്ന കുറച്ച് യൂസേജസ് ആണിത്. ഒസ്റ്റെൻസിബിൾ, അപ്പാരൻ്റ് ഒക്കെ എന്നും എക്സാമിന് വരാറുമുണ്ട്, സ്ഥിരമായിട്ടുള്ളൊരു കക്ഷിയാണ്. അപ്പോൾ അതൊന്ന് ഓർക്കണം, അലജ്ഡ് എന്നുള്ള വാക്ക്. അലജ്ഡ് എന്ന വാക്കിൻ്റെ സിനോണിംസും ശ്രദ്ധിച്ച് വെച്ചോണ്ട്, ചിലപ്പോൾ അവയായിരിക്കും ചോദിക്കണേ. ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം, അതാണ് വേണ്ടത് നമുക്ക്. ഓക്കെ, നോക്കട്ടെ നിങ്ങളുടെ സെൻറ്റൻസ്. ഓക്കെ, ലെറ്റ് മീ സീ, എവിടെ വരെ വന്നായിരുന്നു, പരസ്യം കയറി വരുവാണല്ലോ. Yeah, his laxity during the surgery led to the death of the patient. All right, many aspirants are grave once the exam date is announced. Worried alle. Okay, the minister's laxity, പക്ഷെ അവിടെ വറീഡ് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. എം ജെ കാര്യം നമ്മൾ ഗ്രേവ് എന്ന് പറയുമ്പോൾ സിനണിമാണ് ഈ പറയുന്ന വറീഡ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഏറ്റവും സൂട്ടബിൾ വേർഡ് ഇസ് വെരി ബാഡ്, ടെറിബിൾ, ഏർജൻറ്റ്, സീരിയസ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ സീരിയസ് എന്നാണോ, അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ദ മിനിസ്റ്റേഴ്സ് ലാക്സിറ്റി വിച്ച് റിസൾട്ടഡ് ഇൻ ഹിസ് ഡിഫമേഷൻ ബിക്കെയിം ആൻ ഇഷ്യൂ ഓഫ് ഗ്രേവ് കൺസേൺ among the party members. That's great. Her disclosing of clandestine defamed him to the core and resulted in his transformation to draconian man. All right. It was a grave. Dan Ryan was expelled from the Alliance Company due to his heavy-handed approach in tackling. അപ്പോൾ അവിടെ സീരിയസ് അവിടെ ഒരു പ്രശ്നമുണ്ട്, കമ്പനീസ് ക്ലയൻസ്. അമ്മ ഇറ്റ് വാസ് എ ഗ്രേവ് ഇറ്റ് വാസ് എ ഗ്രേവ് വാട്ട്, അവിടെ ഒരു നൗൺ ഈസ് മിസ്സിങ്. ഇറ്റ് വാസ് എ ഗ്രേവ് സിറ്റുവേഷൻ, ഇറ്റ് വാസ് എ ഗ്രേവ് തിങ്, ഇറ്റ് വാസ് എ ഗ്രേവ് മാറ്റർ, അങ്ങനെ കൊടുക്കണം കേട്ടോ. അവിടുത്തെ നൗൺ മിസ്സിംഗ് ആണ്, കാരണം ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായ എയോ ആനോ കൊടുക്കണമെങ്കിൽ സിംഗുലറായ കൗണ്ടബിളായ ഒരു നൗൺ വേണം. നൗൺ അവിടെ ഇല്ലാതെ അഡ്ജക്റ്റീവ് കൊടുക്കരുതേ, ദാറ്റ്സ് റോങ്. മൈ ഫാദർ ഈസ് ടീച്ചർ ബട്ട് ഹിസ് ലാക്സിറ്റി ഈസ് heavy problem. Okay, that's great. He is heavy-handed in terms of dialogue delivery. All right, clumsy, kollam. Still traveling alone in night by women is apparel. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുക്കണേ. ട്രാവലിംഗ് അലോൺ ഇൻ നൈറ്റ് അല്ലേ, അറ്റ് നൈറ്റ് കേട്ടോ. ഷാമിലി നൈറ്റിൻ്റെ കൂടെ നമ്മൾ അറ്റ കൊടുക്കുക. ട്രാവലിംഗ് അലോൺ അറ്റ് നൈറ്റ് ബൈ വിമൻ ഇസ് സ്റ്റിൽ അപ്പറൽ എന്ന് കൊടുക്കും.
കേട്ടോ, അങ്ങനെ കൊടുക്കണം. സ്റ്റില്ലിൻ്റെ യൂസേജ് ശ്രദ്ധിച്ചോണേ, അല്ലെങ്കിൽ സ്റ്റിൽ കോമിട്ട് കൊടുത്താലും കേട്ടോ കുഴപ്പമൊന്നുമില്ല, ഫസ്റ്റ് സ്റ്റിൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ബട്ട് അറ്റ് നൈറ്റ് മറക്കരുത്. ഐ ഫീൽ ഹെവി ഹാൻഡഡ് ബൈ ദ റീസെൻറ്റ് ഡീസ് ഓഫ് ആരിഫ് മുഹമ്മദ് ഖാൻ. Okay. The building lapsed due to poor quality in construction. All right. The heavy-handed handling of the government by Liz Truss led Britain to a perilous situation. All right. The defamation by the media discredited him. He's on the verge of peril as he defamed the apex body. Okay. Never brush aside the peril of your work. Danger of your work. Okay. Great. Ignore. We must wield an unwavering valor in the midst of predicaments. All right, that's great. He always strikes a chord on everyone by handling perilous situations easily. That's great. Lakshmi. The manager discredited him in front of his colleagues for his laxity. He lapsed on the floor. He lapses. Veenu. അങ്ങനെ ഫോളോ ചെയ്തു, ആ അർത്ഥമാണെങ്കിൽ ഫെൽ ഓൺ ദ ഫ്ലോർ, അങ്ങനെയാണെങ്കിൽ കൊടുത്തു ലാപ്സ്ഡ്. ഹി ലാപ്സ്ഡ് ഓർ ലാപ്സസ്റ്റ് സ്ഥാനത്തിൽ. കാര്യം ഹി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് സിംഗുലർ അല്ലേ, അപ്പോൾ വേർബ് ലാപ്സസ്നോ അല്ലെങ്കിൽ പാസ്റ്റൻസ് കൊടുക്കുക കേട്ടോ. ഹി അലജ്ഡ് ദാറ്റ് ദി 2 acre land was his grandfather's. All right, that's great. The issue is alleged to be the reason for your suspension. Okay. This is the issue of the employees predicament. Employees plural alla apostrophe s kodukane, adu matram shradhicha madi hava mole. It is alleged that the lapse by the company resulted in this predicament. Great. After a lapse of months we met again. That's great. After a gap interval alle nokka. The mob killed alleged person even though he wasn't produced for the prosecution. All right. I can't tolerate the lapse in my exam. Okay. Ward member desisted from the predicament of that family. Okay. There is a lapse between you and me because there is predicament. There is a predicament. ഒരു predicament, ഒരു ദുരവസ്ഥയുണ്ട് കേട്ടോ, ഒരു predicament അവിടെ കൊടുക്കണേ. ചിത്രാഞ്ജലി. Lalita's laxity in study അല്ല, studies, പഠനം in studies is a grave predicament. It's a serious difficulty, it's a serious issue. Her parents allege that it is discredit for them also. Okay. The predicament of nurse remained unaddressed by the government. All right, that's great. Major community of the indigenous people from the UK strongly believed that Liz Truss possessed discredited. Liz Trussന്റെ apostrophe അവിടെ വേണ്ട കേട്ടോ ഉമ്മ, അവിടെ apostrophe ആവശ്യമില്ലല്ലോ. Liz Truss possess ചെയ്തു. Not only the Ukrainians but also the Russians are in a predicament situation എന്ന് വേണ്ട കേട്ടോ, ഒന്നുകിൽ പ്രെഡിക്കമെൻറ്റ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അപ്പോൾ പ്രെഡിക്കമെൻ്റ് ഉള്ളപ്പോൾ പിന്നെ സിറ്റുവേഷൻ്റെ ആവശ്യമില്ല കേട്ടോ. ഡ്യൂ ടു ദി ഓൺഗോയിങ് വാർ ഐ എം ലുക്കിംഗ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ. Good for you. The inefficiency in recovering the loans is the reason for the predicament of the bank. That's great. അപ്പോൾ നമുക്ക് അടുത്തോട്ട് പോയാലോ, അടുത്ത സെറ്റിലോട്ട് പോയാലോ. His opportunity was lapsed as he didn't answer for the summons dispatch from the court. All right, that's great. Because of your laxity that happened. Okay, because of the laxity that happened. All right. അവിടെ മറ്റേ സെൻറ്റൻസിൽ വാക്യമായിട്ട് എഴുതാണോ അത്? കാര്യം ബിക്കോസ് ഓഫ് യുവർ ലാക്സിറ്റി ദാറ്റ് ഹാപ്പൻ എന്നൊരു ക്ലോസ് ആയിട്ടുള്ളൂ, സെൻറ്റൻസ് കംപ്ലീറ്റ് ആയില്ല, അതാണ് ചോദിച്ചു. ഒരു സെൻറ്റൻസിൽ ബാക്കിയായിട്ട് എഴുതിയതാണോ ചോദിച്ചതാണേ. അടുത്തോട്ട് പോവാണേ നെക്സ്റ്റ് സെറ്റിലോട്ട്. അപ്പോൾ IB വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇന്നത്തെ കോട്ട ഇത് തന്നെ, നമ്മുടെ മുമ്പിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, റോ മെറ്റീരിയൽസ് ഉണ്ട്, അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്കറിയില്ല. അവിടെയാണ് യു ഹാവ് ടു പുട്ട് ദോസ് പീസസ് ടുഗെദർ പീപ്പിൾ. അപ്പോൾ IB അപ്ലൈ ചെയ്യാറുള്ളവർ അപ്ലൈ ചെയ്യുക. ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ജോലിയാണ്, അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ക്ലാസ്സുകൾ നമ്മൾ നവംബർ 17 തുടങ്ങും. അതിന് മുമ്പേ നിങ്ങൾ കോഴ്സിന് നമ്മുടെ എക്സാമിന് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. എന്നിട്ട് പഠിച്ചു തുടങ്ങാം കേട്ടോ. അത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ റിസൾട്ട് VFA BEVCO LDയുടെ റിസൾട്ട് വരാനിരിക്കുകയാണ് നെക്സ്റ്റ് മന്ത്. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. പറയുകയാണ് ഇപ്പോഴും പഠിച്ചോ എന്ന് പറയുമ്പോൾ പിന്നെ റിസൾട്ട് വന്നിട്ട് പഠിക്കും, ഇപ്പോഴേ പഠിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് വിചാരിച്ചിരുന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പിന്നെ അയ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടാൽ മതിയായിരുന്നു. ആ റിഗ്രറ്റ് അടിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു റിഗ്രറ്റ് അടിക്കുന്നത്. പക്ഷേ നമുക്ക് ആ റിഗ്രറ്റ് അടിക്കേണ്ട, നമുക്ക് ആ പഴയ പോലെ പോയ പണി പാളും. കാരണം പരീക്ഷയിൽ ചോദ്യങ്ങൾ വരുന്ന കാണുമ്പോഴേക്കും തല കറങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടല്ലോ. അപ്പം ഓരോന്നായിട്ട് പഠിച്ച് തുടങ്ങിയൊക്കെ തീർക്കുക, ആ പോർഷൻ തീർത്ത് പോകും. അപ്പോൾ ഡിഫിക്കൽട്ടി ആയിട്ട് വരുന്നതിന് വീണ്ടും റിവൈസ് ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടും. അങ്ങനെ ഒരു അവസരം കിട്ടാം ഒരു പക്ഷേ ഈ ഒരു ഇതിൽ പോയാൽ. അല്ലാതെ അവസാനത്തേക്ക് വെച്ചുകൊണ്ടിരുന്ന ഒറ്റ തവണ പോലും ഒന്ന് നോക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ല. അപ്പോൾ ശ്രദ്ധിച്ചോളാം. കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ശീഘ്രം ജോയിൻ ചെയ്യുക. Y314 എന്ന കോഡ് ഉപയോഗിക്കാം, Y314 കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റ് വേർഡ്സോട് പോകും. ഒരുപാട് വേർഡ്സ് ഉണ്ട്. ഡെബക്കിൾ എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ്, നൗണാണ്. ഫിയസ്കോ, ഒന്നും പറയണ്ട, ഇറ്റ്സ് എ ഫെയിലിയർ. ഒരു പ്രശ്നം, ഇറ്റ്സ് ലൈക്ക് എ ഡിസാസ്റ്റർ.
ഒരു കുളമായി എന്ന് പറയില്ലേ, അതാണ്. അപ്പോൾ ഡെബക്കിൾ കുളമാകുന്നൊരു അവസ്ഥ, ഫിയസ്കോ, ഫെയിലിയർ, കാറ്റസ്ട്രോഫി അല്ലെങ്കിൽ ഡിസാസ്റ്റർ, അതിനെയാണ് ഡെബക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ ഡെബക്കിൾ. ഹൗ വാസ് എ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? ഓ ഇറ്റ് വാസ് എ ഡെബക്കിൾ. ഒന്നും പറയേണ്ട, അതൊരു ഡെബക്കിളായിരുന്നു എന്ന് വെച്ചാൽ ഡെബക്കിൾ ഇസ് നെഗറ്റീവ് വേർഡാണ്. ഫിയസ്കോ, ഫെയിലിയർ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഓർത്ത് വെച്ചോ. യെസ്, ഓക്കെ. In Kashayam case too much time had elapsed for police to now bring charges. To bring charges. Now വേണ്ട, to bring charges എന്ന് കൊടുക്കാം. ഓക്കെ, ഓൾ റൈറ്റ്. യെസ്, PDF അജോ നമ്മുടെ എൻ്റെ ടെലിഗ്രാം ചാനലുണ്ട്. എൻ്റെ ടെലിഗ്രാം ചാനലിൽ കിട്ടും. ഇതിൻ്റെ PDF അല്ലേ, ഇതിൻ്റെ നോട്ടിൻ്റെ PDF ഒക്കെ ടെലിഗ്രാം ചാനലിൽ കിട്ടും. എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ പേര് ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു. ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, കിട്ടും കേട്ടോ. ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു ഓപ്പൺ ടെലിഗ്രാം ചാനലാണ്. നമുക്ക് നോട്ട്സൊക്കെ അവിടെ കിട്ടും. ഓൾ റൈറ്റ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ എല്ലാം ഞാൻ എടുക്കുന്ന എല്ലാ ക്ലാസ്സിൻ്റെ നോട്ട്സ് അവിടെ കിട്ടും. അടുത്ത ഫോർജ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഫോർജ് ദ ഡോക്യുമെൻറ്റ്, ഫോർജ് സൈൻ, ഫ്രോജുലൻസിനെയാണ് ഫോർജറി എന്ന് പറയുക. ഫോർജ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, നമ്മളൊരു കാര്യത്തിനെ കോപ്പി ചെയ്ത് ഇമിറ്റേറ്റ് ചെയ്ത് കള്ളം അല്ലേ, കൗണ്ട് ഫീറ്റ് അല്ലെങ്കിൽ ഫ്രോഡ് അല്ലെങ്കിൽ ഫോൾസിഫിക്കേഷൻ, ഷാം, അതിനാണ് ഫോർജറി എന്ന് പറയുക. ഫോർജ് ചെയ്യുന്നതിൻ്റെ വേർബ് ആണ് ഫോർജറി, നൗണുമാണ്. ഓർത്തോ. അടുത്ത പെർപെട്രേറ്റ് ചെയ്യുക. എന്താ പെർപെട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? പെർപെട്രേറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. പെർപെട്രേറ്റർ ക്രിമിനൽ അല്ലേ, ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന, ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ കമ്മിറ്റ് ചെയ്യുന്ന ആളെ നമുക്ക് പറയാം പെർപെട്രേറ്റർ എന്ന് പറയാം. OR ആണ് നൗൺ. അപ്പോൾ വേർബ് എന്താ? പെർപെട്രേറ്റ് ചെയ്യുക. ക്യാരി ഔട്ട്, കമ്മിറ്റ്, പെർഫോം, എക്സിക്യൂട്ട്. എന്താ എക്സിക്യൂട്ട് ചെയ്യുന്നത്, എന്താ ക്യാരി ഔട്ട് ചെയ്യുന്നത്? ഒരു ഇല്ലീഗൽ ആക്ട് അല്ലെങ്കിൽ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുക, അതിനെയാണ് അങ്ങനെയുള്ള ആളെ നമ്മൾ പെർപെട്രേറ്റർ എന്ന് വിളിക്കുക കേട്ടോ. ഓർത്തോണം. അപ്പോൾ പെർപെട്രേറ്റ് ചെയ്യുക, ക്രൈം കണ്ടക്ട് ചെയ്യുക, ഓർ കമ്മിറ്റ് ചെയ്യുക, അങ്ങനെയാണ് കേട്ടോ. ഓർത്ത് വെച്ചോളാം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓർത്ത് വെച്ചോളാം. അപ്പോൾ ലൈവിലുള്ള പിള്ളേരൊക്കെ എന്തെടുക്കും? ഒരു ലൈക്ക് ഇട്ട് പിള്ളേരെ, ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ഇട്ട്, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തേ. അറിയാവുന്ന, നമ്മൾ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരെല്ലാം പഠിക്കട്ടെ, വേർഡ്സൊക്കെ അവരിലോട്ട് എത്തട്ടെ കേട്ടോ. അതുകൊണ്ട് എല്ലാവരിലോട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ഹോക്സ്. ഇറ്റ് വാസ് എ ഹോക്സ് കേട്ടിട്ടുണ്ടായിരിക്കും. ചതി. ഇറ്റ് വാസ് ഡിസെപ്ഷൻ. വെറുതെ ഒരു എന്താ പറയുക, നമ്മൾ ഒരു പറ്റീര് പറയില്ല, പ്രാങ്ക്, ജോക്ക്, ജസ്റ്റ്, റൂസ്, ഇമ്പോസ്റ്റർ, അതിനാണ് ഹോക്സ് എന്ന് പറയാം. ചില കാര്യങ്ങൾ, ചില വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ഒന്ന് കാണുമ്പോൾ പറയും അത് ഹോക്സ് ആയിരുന്നു, ഫേക്ക് ആയിരുന്നു അല്ലേ, ചതി, പറ്റീരായിരുന്നു എന്നൊക്കെ പറയില്ലേ, പറ്റീരായിരുന്നു, പറ്റിപ്പായിരുന്നു എന്നൊക്കെ പറയില്ല, ആ സാധനം. അടുത്ത സീസിയ. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്താണ് സീസ് ഒരുപാട് സീസ് ഉണ്ട് അല്ലേ. അപ്പോൾ 2 സീസ് ഉണ്ട്, മേജറായിട്ട് ശ്രദ്ധിക്കേണ്ട സീസ്. കാര്യം ഈ സീസ് നമ്മുടെ വണ്ടിക്ക് സീസ് ചെയ്തുകൊണ്ട് പോകില്ലേ. ഗ്രാസ്പ് ചെയ്യുക, ഗ്രാബ് ചെയ്യുക, സ്നാച്ച് ചെയ്യുക, ടേക്ക് ഹോൾഡ് ഓഫ്. കാർപ്പെ ഡിയം, സീസ് ദ ഡേ അല്ലേ, കയ്യിലെടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ ഈ സീസിൻ്റെ അർത്ഥം എന്താ? ഒരു കാര്യം സീസ് ചെയ്തു എന്നുള്ള, ഇതും സീസ് വേർബ് തന്നെയാണ്. ഈ സീസിൻ്റെ അർത്ഥം എൻഡ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ഒരു കാര്യം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി വെക്കുക, അതിനാണ് സീസ് ചെയ്യുക എന്ന് പറയാം. ഓക്കെ. എന്നാൽ മറ്റേ സീസ് എൻ്റെ അർത്ഥം കയ്യിലാക്കുക, ടേക്ക് ഹോൾഡ് ഓഫ് സംതിങ്, ഗ്രാസ്പ്, ഒരു കാര്യം സ്നാച്ച് ചെയ്യുക, അതാണ്. ഓക്കെ, ഓർത്തോണം കേട്ടോ. ഓക്കെ, പിന്നെ നോക്കട്ടെ സെൻറ്റൻസ്. His presentation was a debacle. Okay, he defamed him publicly. The investigation was a debacle. That's great. ടെലിഗ്രാം നെയിം ഉട്ടോപ്പിയ ഇത്രേ ഉള്ളൂ. ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു. ഇംഗ്ലീഷ് എന്ന് കൊടുക്കുക, വിത്ത് കൊടുക്കുക, റിൻറ്റു കൊടുക്കുക. RINTU എൻ്റെ പേര് കേട്ടോ, അത് കൊടുത്താൽ മതി, അപ്പോൾ കിട്ടും. ഞാൻ ടൈപ്പ് ചെയ്ത് കിട്ടുമല്ലോ, നാളെ ഞാൻ എന്തൊക്കെയോ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ കിട്ടുന്നില്ല, അതാണ്, അതുകൊണ്ടാണ് എന്തോ പ്രോബ്ലം ഉണ്ട്. ദാറ്റ്സ് വൈ ഞാൻ ടൈപ്പ് ചെയ്തിട്ട് സെറ്റ് ആവുന്നില്ലെന്നേ, അതുകൊണ്ടാണ്. ദ conclave for finding out a solution for the setback was a debacle. Yes, that's great. Rindamam seized the momentum by spearheading the boisterous session. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, കൊള്ളാം ഷമാസെ. Allegedly, the spearhead's inefficiency and laxity in monitoring his crew led to a debacle in company's stake over that past 2 years. അവിടെ ഉമ ദാറ്റ് പറ്റില്ല, എന്തുകൊണ്ടാണ് ദാറ്റ് സിംഗുലറിനെ കൊടുക്കുന്നത്? those past 2 years. ആ 2 വർഷങ്ങൾ അല്ലെ, ആ 2 വർഷങ്ങൾ പ്ലൂറൽ കൊടുക്കണം. those past 2 years കൊടുക്കണം കേട്ടോ, അപ്പോൾ അത് കറക്റ്റാണ്. Children, okay. Children should not be encouraged by their peers when they forge their parents' signature. പക്ഷെ കുട്ടികളല്ലേ, കൂടെയുള്ളവരെപ്പോഴും ഹൈ കൊടുക്കും അല്ലേ, കൈ കൊടുത്തിട്ട് പറയും ചെയ്യട അടുത്തവണ പ്രിൻസിപ്പളിൻ്റെ സൈൻ ഫോർജ് ചെയ്യാൻ പറയും. The evidence proved that Grishma perpetrated the crime. That's great. നമ്മുടെ ഗ്രീഷ്മ, ഷാരൺ ഗ്രീഷ്മ അല്ലേ, കൊള്ളാം. Forging notes is a punishable offense. Yes, MJ English with Rintu. അത് തന്നെ. Forging notes is punishable offense. ആണ് അല്ലേ.
എന്ത് നോട്ട്സാണ്? കറൻസി അല്ലേ, അല്ലാതെ നമ്മൾ നോട്ട് എഴുതിയെടുക്കുന്നതല്ലോ. അത് വേറെ, അതിനെ ഫോർജ് ചെയ്യാന്ന് പറയില്ല, അത് നമ്മൾ ചുമ്മാ എഴുതി ടേക്ക് ഡൗൺ നോട്ട്സ് ആണല്ലേ. ദ കോൺകോക്ഷൻ ഓഫ് ഫോർജറി ആൻഡ് ഹിസ് ബിഹേവിയർ റിസൾട്ടഡ് ഇൻ ദ ഡെബക്കിൾ ഓഫ് ഹിസ് മാരിഡ് ലൈഫ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഓട്ടോ കറക്റ്റ് ആയതാണോ? ആണ് സംഭവം കറക്റ്റാണ്. യുവർ ഹോക്സ് വാസ് എ ഡെബക്കിൾ. ഒന്നും പറയണ്ട അല്ലേ, അതൊരു ഡെബക്കിളാണ്. ഇറ്റ് വാസ് ഫെയിലിയർ. ദാറ്റ്സ് ഗ്രേറ്റ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ്. ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് വേർഡ്സ് ഉണ്ട്, പഠിച്ച് നമ്മൾ തീർക്കുന്നത് അല്ലേ. നോക്കിക്കോ, അടുത്ത വാക്ക് ഈസ് ഡിസെൻറ്റർ. നോക്കണേ, ഡിസെൻറ്റർ. ഇന്ന് എന്താ പറ്റിയെന്ന് ആൾക്കാർ വളരെ കുറവാണല്ലോ. ഇന്ന് എന്ത് പറ്റിയേ? 50 തികയുന്നില്ല ഇന്ന് എന്ത് പറ്റിയോണോ ആവോ? പിള്ളേരിൽ ഉറക്കത്തിലാണോ? കുട്ടികളെ നിങ്ങൾ ഉറക്കമാണോ? റെക്കോർഡ് കാണുമ്പോൾ ഞാൻ ചോദിക്കുന്നതൊക്കെ കേട്ടോണം. ഉറക്കത്തിലാണോ നിങ്ങൾ? ഇന്ന് എന്താ പറ്റിയെന്ന് ഒരുപാട് പേര്, നമ്മുടെ സ്ഥിരം ആൾക്കാരൊന്നും ഇങ്ങ് കാണുന്നില്ലെന്ന്. പക്ഷേ എന്നാൽ സ്ഥിരമായിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട് താനും. അതാണ് രസം. അപ്പോൾ ഡിസെൻറ്റർ. കാരണം എന്താ വെച്ചാൽ രാത്രി 10:15 സെഷൻ വരെ 60+ സ്റ്റുഡൻസ് ഉണ്ട്. ഇന്ന് 50 തികയുന്നില്ലെന്ന് പറയുമ്പോൾ അയ്യേ, എഡിറ്റോറിയൽ ഇത്ര ആൾക്കാർ കുറയാന്ന് പറയുമ്പോൾ തന്നെ അയ്യേ നിർത്തണോ ഞാൻ എഡിറ്റോറിയൽ? അപ്പോൾ ഡിസെൻറ്റർ ഓർത്തോണേ. ഡിസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എതിർക്കുക അല്ലേ, ഡിസഗ്രി ചെയ്യുക എന്നാണ് ഡിസെൻറ്റ് ചെയ്യുക. അപ്പോൾ വേറെ ഒന്ന് ഡിസെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, നമ്മുടെ ആൻസിസ്റ്റർ എന്നുള്ള അവിടെ നിന്നുള്ള ഡിസെൻറ്റേഴ്സ് ആണെന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഡിസെൻറ്റ് അതാണ്. അപ്പോൾ അതായത് ലീനേജ് എന്നൊരർത്ഥം ഡിസെൻറ്റിനുണ്ട്, നൗണായിട്ടെ. പക്ഷേ ഡിസെൻറ്റ് വേർബും ഉണ്ട്, ഡിസെൻറ്റ് ചെയ്യുക എന്നുള്ള വേർബ് ഉണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്, ഡിസെൻറ്റ് എന്നൊരു വേർബ് ഇതിനുണ്ട്, വേർബുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്, ഡിസഗ്രി. അപ്പോൾ ഡിസഗ്രി ചെയ്യുന്നവരെ നമ്മൾ എന്ത് വിളിക്കും? ഒബ്ജക്റ്റർ, പ്രൊട്ടസ്റ്റർ, റിബൽ എന്നൊക്കെ പറയും. ഡിസെൻറ്റർ എന്ന് പറയുന്ന പേരാണ് കേട്ടോ, ഓർത്തോണം. ഡിസിഡൻറ്റ്, ഒബ്ജക്റ്റർ, പ്രൊട്ടസ്റ്റർ, റിബൽ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതാണ് ഡിസിഡൻറ്റ് ഓർ ഡിസെൻറ്റർ എന്നൊരു പറയുന്നത്. അടുത്ത സ്റ്റാച്യൂട്ട് ഓർത്തോണേ. സ്റ്റാച്യൂട്ട് എന്ന് പറയുന്നത് നൗണാണ്. ലോ, റെഗുലേഷൻ, ഇനാക്ട്മെൻറ്റ്, ആക്ട്, റൂൾ എന്നൊക്കെ പറയും. സ്റ്റാച്യൂട്ടറി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അഡ്ജക്റ്റീവ് ഫോർമുലേഷനാണ് സ്റ്റാച്യൂട്ടറി. കോൺസ്റ്റിറ്റ്യൂഷണൽ, ലീഗൽ എന്നുള്ളത്. വേർഡ് പഠിക്കുമ്പോൾ അതിൻ്റെ കണക്റ്റഡ് വേർഡ്സ് കേട്ടോ. എപ്പോഴും ഞാൻ പറയും വേർഡ് പഠിക്കുമ്പോൾ ആ ഒരു നൗൺ പഠിച്ചാൽ അതിൻ്റെ വേർബ്, അതിൻ്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ഒക്കെ അറിഞ്ഞിരിക്കുക. അപ്പോഴാണ് വേർഡിൻ്റെ യൂസേജ് നിങ്ങൾ പഠിക്കുക. അവിടെ ഞാൻ പറഞ്ഞത് സ്റ്റാച്യൂട്ട് നൗൺ, സ്റ്റാച്യൂട്ടറി ഈസ് അഡ്ജക്റ്റീവ്. അപ്പം ലീഗൽ, ലോഫുൾ എന്നൊക്കെ അർത്ഥത്തിലാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്, ഓക്കെ അല്ലേ. അടുത്ത് അഗ്രീവ്ഡ്, അഡ്ജക്റ്റീവാണ് അഗ്രീവ്ഡിൻ്റെ അർത്ഥം ഇതാണ്, റിസെൻഫുൾ, അഫ്രണ്ടഡ്, ഇൻഡിഗ്നൻറ്റ്, ആംഗ്രി. നമുക്കൊരു കാര്യത്തോട് ഭയങ്കര ദേഷ്യമാണല്ലോ അഗ്രീവ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺസ് ആണ്. അഗ്രീവ്ഡ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? അവർക്ക് നല്ല ദേഷ്യമായിട്ടിരിക്കുകയാണ്, അവർ ഭയങ്കര കലിപ്പിലാണ്. ദേ ആർ ഇറിറ്റേറ്റഡ് എന്നുള്ള അർത്ഥം. റിസെൻഫുൾ, അഫ്രണ്ടഡ്, ഇൻഡിഗ്നൻറ്റ്, ആംഗ്രി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ, ഓർത്തോണേ. മൈ ഫാദേഴ്സ് ഒപ്പീനിയൻ. ആ ഫാദറിൻ്റെ അപ്പസ്ട്രോഫി കൊടുക്കണേ. ഹവമോളെ അച്ഛൻ്റെ, എൻ്റെ, നിൻ്റെ അങ്ങനെയുള്ള നൗൺ പോലില്ലേ, റിൻഡൂസ് എന്നൊക്കെ പറയുമ്പോൾ അപ്പസ്ട്രോഫി കൊടുക്കണം. അങ്ങനെ ഫാദേഴ്സ് ഒപ്പീനിയൻ. ഇൻ മൈ ഫാദേഴ്സ് ഒപ്പീനിയൻ. അവിടെയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, അവിടെ ഒരു ഇന്ന് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് ഇങ്ങനെ കൊടുക്കുക. ഇൻ മൈ ഫാദേഴ്സ് ഒപ്പീനിയൻ ഓൾ ഹെയർ ഓയിൽസ് അഡ്വർടൈസിങ് ഹാസ് full of hawks. Okay. Remember, is grabbing my mind through the editorial session. എൻ്റെ സോണിലെ he become അല്ല MJ, he becomes, he അല്ലേ സിംഗുലർ അല്ലേ, he becomes കൊടുക്കണം, അല്ലെങ്കിൽ he became കൊടുക്കുക. പാസ്റ്റ് ടെൻസ് കൊടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതനുസരിച്ച് വേർബും സിംഗുലർ കൊടുക്കുക. he becomes a perpetrator ചെയ്തു is verb ആണ്. അപ്പം he becomes a perpetrator due to his friend's bad habit. ഫ്രണ്ട്സിൻ്റെ അപ്പോസ്ട്രോഫി എസ് കൊടുത്തേ. Seize opportunity without any debacle. That's good. Forgery in the frequent interval of times. Interval of time ആ പറയുന്നത്, സമയം. അവിടെ ടൈംസ് എന്ന് പറഞ്ഞാൽ റിപ്പറ്റീഷൻ എന്നർത്ഥം, ഒക്കേഷൻസ് അല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. ഇൻ്റർവൽ ഓഫ് ടൈം ആണ് ഷമാസെ, അവിടെ ടൈംസ് അല്ല, പ്ലൂറൽ നൗൺ അല്ല കൊടുക്കണേ, അൺകൗണ്ടബിൾ ആയ ടൈം കൊടുക്കണം. ഡ്രാഗ്ഡ് ഹിം ടു ബി ഇൻ ഇമ്പിഡിയാണോ, ഇമ്പിഡിമെൻറ്റ് അല്ലേ, തടസ്സം, ഇമ്പിഡിമെൻറ്റ്. ഇമ്പീഡ് ഈസ് വേർബ്, ഇമ്പിഡിമെൻറ്റ് കൊടുക്കണം. ടൈപ്പ് ആണെന്ന് തോന്നുന്നു. നന്ദിഷ, റെജിന് വർക്കിൻ്റെ കുറച്ച് ഇതായിട്ട് അവൻ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. റെജിന് അതുകൊണ്ട് ഇപ്പോൾ കാണാത്ത, അവൻ വർക്കിൻ്റെ ഇതായിട്ട് വരാൻ പറ്റുന്നില്ല, ഭയങ്കര വർക്ക് കൂടി, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ. അതുകൊണ്ടാണ് അവൻ്റെ ടൈമും നമ്മുടെ ടൈമും സെറ്റ് ആവുന്നില്ല. ഫോർജറിൻ്റെ പ്ലൂറൽ ഫോർജറീസ് ആണ് കേട്ടോ മിന്നു. മെനി ഫോർജറീസ് ആർ കമ്മിറ്റഡ് ഇൻ കേരള കേട്ടോ. ആൾ കുറേന്ന് പറഞ്ഞപ്പോൾ ആരുടെയോ മൂഡ് പോയി, അവരങ്ങ് ലെഫ്റ്റ് ആയെന്നല്ലേ. ശരിയാണ് നന്ദിഷ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. അവർ രജനയ്ക്കാണോ? അവൻ ഇടയ്ക്കൊക്കെ വന്നിട്ട് പോകുന്നു, കൊള്ളാം. യെസ് നന്ദന, ഗുഡ് മോർണിംഗ്.
Yes, the dissenters are in aggrieved condition. Yes, നല്ല ദേഷ്യത്തിലാണ് അല്ലേ, അവരൊക്കെ ഭയങ്കര റിബൽസ് ആർ ഇൻ അഗ്രീവ്ഡ് കണ്ടീഷൻ. അതാണ്. അടുത്ത് നോക്കിയേ മലിസ്. മാൽ എന്ന വാക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയത്തില്ല നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു നെഗറ്റീവ് പ്രിഫിക്സ് ആണ് മാൽ എന്ന വാക്ക് കേട്ടോ, ഓർത്തോണേ. മാൽ എന്ന വാക്ക് കണ്ടിട്ടുണ്ടോ, നെഗറ്റീവ് പ്രിഫിക്സാണ്. മാലഡ്രോയിറ്റ്, മാൽ പ്രാക്ടീസ്, മാൽ ഫംഗ്ഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ നെഗറ്റീവ് വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ ഓർത്തോ, ഈ വാക്ക് ഓൾറെഡി നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആണ് മലിസ് എന്ന് പറഞ്ഞാൽ സ്പൈറ്റ്, നമുക്കൊരു ആരോടൊരു വിദ്വേഷം എന്നൊക്കെ പറയില്ല, അതാണ്. മാലവലൻസ്, ബെനവലൻസ് നേരെ ഓപ്പോസിറ്റ് മാലവലൻസ്. ബെനവലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാളുടെ ദയാദാക്ഷിണ്യം അങ്ങനെ ഒരു സാധനമാണ്. പക്ഷേ അതിനോടുള്ള ഹോസ്റ്റിലിറ്റി അല്ലെങ്കിൽ അനിമോസിറ്റി, വിദ്വേഷം, ദേഷ്യം അല്ലെ, ശത്രുത, അതിനെയാണ് മാലിസ് എന്ന് പറയാം. ഓർത്തോണം, സ്പൈറ്റ് കേട്ടോ, സ്പൈറ്റ്. അടുത്തത് പോയിസ് കേട്ടിട്ടുണ്ടായിരിക്കും. പോയിസ് എന്ന വാക്കിൻ്റെ അർത്ഥം നൗണായിട്ടും വെർബായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ബാലൻസ്. There must be a poise in your work and personal life. നിൻ്റെ ലൈഫിലും പേഴ്സണൽ ലൈഫിലും വർക്കിലും ഒരു ബാലൻസ് കീപ്പ് ചെയ്യണം. There must be a poise. Poise is a noun. അതേസമയം ഇത് നമ്മൾ വെർബുമായിട്ട് പറയും, ബാലൻസ് ചെയ്യുക ഓർ ഹോവർ ചെയ്യുക എന്നൊക്കെ. അപ്പോൾ ബാലൻസിൻ്റെ അതേ മീനിങ് ആണ് ഇക്ലിബ്രിയം, കൺട്രോൾ എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ പോയിസ് എന്ന് പറയുന്നത് കൺട്രോൾ അല്ലെങ്കിൽ ഇക്ലിബ്രിയം, ബാലൻസ് എന്നൊക്കെ സാധനം. ബാലൻസ് ചെയ്യുക എന്നുള്ള വെർബാണേ, ഹോവർ ചെയ്യുക വെർബാണ്. അപ്പോൾ നൗണായിട്ടും വെർബായിട്ടും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാന്നുള്ള കാര്യം ഓർത്ത് വെച്ചോളാം കേട്ടോ. ഓക്കെ, യാ. Recently, the apex court emerged with a statute rendering equal rights to men and women, compounding some sections of the society with vivid diversity. Great. See the good morning. He's a forgery as you deemed. He's a forgery അല്ല, he's a forgerer. ഫോർജ് ചെയ്യുന്ന ആളെ ഫോർജറർ എന്ന് വിളിച്ചോ എന്ന് കുഴപ്പമില്ല. പക്ഷേ ഫോർജറി എന്ന് പറഞ്ഞാൽ പ്രവൃത്തിക്ക് പറയുന്ന അല്ലേ, അയാളൊരു പ്രവൃത്തിയാണെന്ന് നമ്മൾ പറയില്ല, അയാളൊരു ഫോർജറർ ആണ്, ഇങ്ങനെ ഈ പ്രവൃത്തി ചെയ്യുന്ന ആളാണല്ലേ. പ്രൊട്ടസ്റ്റ് ആണ് എന്ന് പറയും, ഇല്ല അയാളൊരു പ്രൊട്ടസ്റ്റ് ആണെന്ന് പറയില്ല, അയാളൊരു പ്രൊട്ടസ്റ്റർ ആണ് അല്ലേ, അയാളൊരു ഒബ്ജക്റ്റ് ആണെന്നല്ല നമ്മൾ, അയാളൊരു ഒബ്ജക്റ്ററാണ് എന്ന് പറയും. ആ സാധനം ഓർത്തോണം കേട്ടോ. അപ്പോൾ ഹിസ് എ ഫോർജറർ എന്ന് പറയണേ. Subi, yes. She is a dissenter of foxes that hurt the feelings of others. That's great. The dissenter perpetrates aggrieved activities against statute, against law. Great. The dissenters oppose a new statute. Okay. Dissenters dissent with the statute. All right. The criminal indifference of the bureaucracy turned him a dissenter. Turn him into a dissenter. അല്ലെങ്കിൽ turn him to a dissenter. Turn എന്ന വേർബിൻ്റെ കൂടെ നമ്മൾ എന്ത് കൊടുക്കണം? ടു അല്ലെങ്കിൽ ഇൻറ്റു കൊടുക്കണം കേട്ടോ. നന്ദിച്ച നിർബന്ധമുള്ള കാര്യം. ടേൺ സംബഡി ഇൻ ടു സംതിങ് എന്ന്, അല്ലെ ടേൺ സംബഡി ടു, അല്ലെ യു ടേൺ മീ ടു എൻ ആനിമൽ എന്നൊക്കെ പറയാം അല്ലേ, അങ്ങനെ. Okay. In Kerala, party does not tolerate dissenters in its position. That's great sentence. Have a more like great sentence. Don't let malice intrude your poise. Yeah. Don't let spite അല്ലേ, ദേഷ്യം നിങ്ങളുടെ കൺട്രോൾ കളയരുത്. That's great. He forged certain bank documents. That's great. I bear no malice towards anybody. That's great. എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല, ഞാനല്ലേ നോ ഹേറ്റേഴ്സ് ആണ് ആളാണെന്നല്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. I don't hate anyone and I don't have haters എന്ന് പറയുന്നല്ലേ. ചില നടന്മാരും പറയില്ലേ നോ ഹേറ്റേഴ്സ് ഉള്ളവരാന്നൊക്കെ പറയുന്നേക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് വേർഡ്സ്. അടുത്ത വേർഡ്സിലോട്ട് പോകാൻ പിള്ളേരെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാം കേട്ടോ, അല്ലേ. അശോകന് ക്ഷീണമാകാം എന്ന് പറയുന്നല്ലേ, നിങ്ങൾക്കൊരു ലൈക്കൊക്കെ ആകാം. ഇഫ് ദ സെഷൻ ഈസ് യൂസ്ഫുൾ ടു യു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ഇട്ട് പോകണം കേട്ടോ. ആൻഡ് ഫൈനൽ സെറ്റ് ഓഫ് വേർഡ്സ് പിടിച്ചോ, സബ്വേഴ്സീവ് എന്ന് പറയുന്നത് നൗണായിട്ടും അഡ്ജക്റ്റീവായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡാണ്. സോ ഹീസ് എ സബ്വേഴ്സീവ് എന്ന് പറഞ്ഞാൽ ഹീസ് എ ട്രബിൾ മേക്കർ. ഓ മൈ ഗോഡ്, അവനാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ സബ്വേഴ്സീവ് എന്ന് വെച്ചാൽ അവനാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ ട്രബിൾ മേക്കർ. ഡിസിഡൻറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഡിസിഡൻറ്റ്, പ്രൊട്ടസ്റ്റഡ്, റിബൽ, എതിരെ ചെയ്യുന്ന അല്ലെ, എന്തെങ്കിലും കാര്യത്തിന് എതിരെ ചെയ്യുന്നവരെ നമ്മൾ വിളിക്കുന്നുണ്ട് സബ്വേഴ്സ് അല്ലെ. വളച്ചൊടിക്കുക എന്നൊക്കെ പറയും, സബ്വേഴ്സിയ, പിന്നെ സബറ്റാഷിയ എന്നൊക്കെ പറഞ്ഞ സാധനമല്ലേ. അപ്പോൾ സബ്വേർട്ട് ചെയ്യുക, അതാണ് കേട്ടോ സബ്വേഴ്സീവ് എന്ന അഡ്ജക്റ്റീവ് വന്നത്. വേർബ് ഏത് വേർബാണ്? സബ്വേർട്ട് എന്ന വേർബിൽ നിന്നാണ് വന്നേ, ഓർത്തോണം. എപ്പോഴും ഓർത്തോണം, അതാണ് ഞാൻ പറഞ്ഞത്. നൗണായിട്ടും അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുമേ. അപ്പോൾ അതിൻ്റെ ഉറപ്പായിട്ടും അതിൻ്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ എന്താ? ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ള അല്ലേ, തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള അല്ലേ, അതാണ് ഡിസ്റപ്റ്റീവാണ്, ഓർത്ത് വെച്ചോളാം. അടുത്തത് നോക്കിയേ, സ്റ്റോഞ്ച്ലി. സ്റ്റോഞ്ച് എന്ന് പറയുന്ന അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവിൻ്റെ കൂടെ എൽവൈ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു അഡ്വേർബ് കിട്ടും. അഡ്ജക്റ്റീവിൻ്റെ കൂടെ എൽവൈ ഇട്ട് കൊടുത്താൽ അഡ്വേർബ് കിട്ടും. പക്ഷേ നൗണിൻ്റെ കൂടെ എൽവൈ ഇട്ട് കൊടുത്താൽ അഡ്ജക്റ്റീവാണ് കിട്ടുക, അത് മനസ്സിലാക്കി ഓർത്തോണം. അപ്പോൾ എൽവൈ വാക്കുകൾ എല്ലാം അഡ്ജക്റ്റീവ് അല്ല, അഡ്വേർബ് അല്ല. എൽവൈ വാക്കുകൾ അഡ്ജക്റ്റീവും ഉണ്ട് അഡ്വേർബും ഉണ്ട്. സോ അർത്ഥമാണ് ഹ്യൂമൻലി അല്ലെ, മാൻലി, ബ്രദർലി ഒക്കെ അറിയാം നമ്മൾ, ഡാസ്റ്റർഡ്ലി ഒക്കെ അഡ്ജക്റ്റീവ് പെടുന്നവയാണ്, അത് ഓർത്തോണം. അടുത്ത് പിടിച്ചോ. യെസ്, സ്റ്റോഞ്ച് എന്ന വാക്കിൻ്റെ അർത്ഥം സ്ട്രോങ്ലി. സ്ട്രോങ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്ട്രോങ് ആയിട്ടുള്ള അല്ലേ, വളരെ സ്റ്റോഞ്ച് ബിലീവർ ആണ് എന്നൊക്കെ പറയില്ല, ഫേം എന്നൊക്കെ പറയും. അപ്പോൾ സ്റ്റോഞ്ച്ലി എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ലി, ഫേംലി, റെസൊല്യൂട്ട്ലി, അഡമൻ്റ്ലി അല്ലേ. സംഭവം എല്ലാം എന്താണ്?
നമ്മുടെ ഇതാണ് അഡ്ജക്റ്റീവിൻ്റെ എൽവൈറ്റ് കൊടുത്ത അഡ്വേർബുകളാണ് ഇതൊക്കെ. സ്ട്രോങ്ലി, ഫേംലി, റെസൊല്യൂട്ട്ലി, അഡമൻലി അല്ലേ എന്നുള്ള പറയാൻ പറ്റും. ആൻഡ് ദെൻ ഫൈനലി ഇൻസൈറ്റ് അല്ലേ. ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് എന്താ ഊതി കൊടുക്കുക, ഒന്ന് ഊതിപ്പെരിപ്പിക്കുക എന്നൊക്കെ പറയും. ഇൻസൈറ്റ് ചെയ്യുക. ഇൻസൈറ്റ് ആങ്കർ, ഇൻസൈറ്റ് ഹി ഇൻസൈറ്റഡ് ആങ്കർ അമംഗ് ദ യൂത്ത് എന്നൊക്കെ പറയുന്നേക്കാം. അതായത് ചില പാർട്ടിയിലൊക്കെ, പാർട്ടി എന്നല്ല എവിടെയും ഗ്രൂപ്പ് കണ്ടറിയാം, ചില ഗ്രൂപ്പിൽ ആൾക്കാർ ലീഡേഴ്സ് എന്ത് ചെയ്യും, ആ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ ഒന്ന് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക, ഫ്യൂൽ ചെയ്യുക, കിൻഡിൽ ചെയ്യുക, ഇഗ്നൈറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റിറപ്പ് ചെയ്യുക അല്ലേ. അപ്പോൾ ഓർത്തോണം, ഇൻസൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്റ്റിറപ്പ് ചെയ്യുക, എൻകറേജ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്യൂൽ ചെയ്യുക, ഇഗ്നൈറ്റ് ചെയ്യുക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഇസ് ഇൻസൈറ്റ്. ഓർത്ത് വെച്ചോളൂ, ഇൻസൈറ്റ് ഇസ് എ വേർബ്. അതിൻ്റെ മീനിങ് ഇതാണ്, സ്റ്റിറപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുക, ഫ്യൂൽ ചെയ്യുക, കിൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇഗ്നൈറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള മീനിങ്ങുകളാണ് ഇൻസൈറ്റ് ഒക്കെ കേട്ടോ. മറന്നു വരുന്നു. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുവാണ്. നമുക്ക് നോക്കാം ബാക്കി സെൻറ്റൻസുകൾ. ഓക്കെ, Maintaining post between studies and health is a difficult task. Yes, aanu. The new statute of government made so many dissenters. Yes, if you fail to poise your rage, you will flounder in times of crisis. Yes, in occasions of crisis. Statute should be bound to constitution. Yes, she needs to pose her emotions. Control. Only an insane person can perpetrate such a crime. Adu thanne. The insult aggrieved me. Endale. Aga padanga deshyaപ്പെടുത്തിയാണ്. The subversive objected the new statute staunchly. That's great. Ellam vannittullo Rashmi, that's great. It took a moment for him to recover his poise. He staunchly supported her decision of continuing studies. That's great. Staunchly opposed the points in debate. That's great. Her father's staunch opinion that she should get a job before marriage incited her motivation. That's great. Some media days avade apostrophe kodukenda karyam illa. Some media subvert every problem. Subvert. അപ്പോൾ അവിടെ ആ മീഡിയാസ് അപ്പസ്ട്രോഫിയും വേണ്ട, എസ്സും വേണ്ട കേട്ടോ. ഇതിനും മീഡിയ ഓൾറെഡി പ്ലൂരില്ല. റാം ഓൾവേസ് റിമെയിൻ സ്റ്റോഞ്ച്. റാം ഓൾവേസ് റിമെയിൻസ്. എം ജെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കോൺകോഡ് ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഒരുപാട് സെൻറ്റൻസിൽ ഇങ്ങനെ ശ്രദ്ധിച്ചു. എം ജെയുടെ കോൺകോഡിൻ്റെ ഒന്ന് കാര്യം ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് സിംഗുലർ എങ്കിൽ വെർബ് സിംഗുലർ കൊടുക്കുക. വെർബിനെ എങ്ങനെയാണ് സിംഗുലർ ആക്കുക? അതിൻ്റെ ഒരു എസ് ഇട്ട് കൊടുത്താൽ മതി. വെർബ് സിംഗുലർ ആയി കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചോണേ. റാം സിംഗുലർ ആണ്, അപ്പോൾ റിമെയിൻസ് കൊടുക്കുക. ഓൺ ഹിസ് ഒപ്പീനിയൻ. The flights are in limbo as a subversive is under the bars. Subversive adalla uddeshikkunne avade. Yes, just a few words will incite him into action. That's great. He's a staunch follower of the party. That's great. The natives of Ukraine won the Sharkov Prize 2022 in line with their staunchly defensive qualities during the war era with Russia. Yes, he's a subversive person. That's great. Subversive adjective ആണ്, noun ആണ്. Great. This is it. Vocab ഇത്രേ ഉള്ളൂ. നമുക്ക് നേരെ ആർട്ടിക്കിളോട്ട് പോകാം. ഇതുവരെയുള്ളതൊക്കെ മനസ്സിലായെങ്കിൽ ഒരു thumbs up ഇട്ടേ. And let's move to the article, people. Let's move to the article. Ma'am incites everyone for making sentence. Yes, I encourage. That's it. That's great. Me and my friends staunchly. മിനു me and my friends പറയുക. ഒന്ന് അതിൻ്റെ ഓർഡർ തെറ്റാ. മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ എന്ന് പറയുള്ളൂ. പോസിറ്റീവായി സെൻറ്റൻസ് ആണെങ്കിൽ എപ്പോഴും പറയും മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ പറയണം. അടുത്ത പോയിന്റ് വെച്ചാൽ നമ്മൾ ഒരിക്കലും മീ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കില്ല. മീ എന്ത് തന്നെ ഉപയോഗിക്കുന്നത്? ഒബ്ജക്റ്റ് ആയിട്ട്. മീ ഈസ് ഒബ്ജക്റ്റ്, ഐ ആണ് സബ്ജക്റ്റ്. അപ്പോൾ ഐ എന്നുള്ളത് കൊടുക്കാൻ മറക്കല്ലേ. അതൊന്നും ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണേ, അത് ശ്രദ്ധിക്കുക. അഗ്രീഡ് മൈൻഡ് ക്യാൻ ഇൻസൈറ്റ് ദ സിറ്റുവേഷൻ വേഴ്സ്ലി. സത്യം ആണ് അല്ലേ. മൂവിങ് ഓൺ. അപ്പം മനസ്സിലാക്കി ഒരു തംസപ്പ് ഇട്ട പിള്ളേരെ, തംസപ്പ് ഇടുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടുക. സോ ദ ആർട്ടിക്കിൾ ഫോർ ദ ഡേ നോക്കിക്കുക പിള്ളേരെ. ഹെവി ഹാൻഡഡ് ഹറി. വളരെ ക്ലംസി ആയിട്ടുള്ളൊരു ഹറി. എന്തിനാ ഇത്ര ധൃതി വെച്ചിട്ട് പെട്ടെന്നൊരു കാര്യം ചെയ്യുന്നത്? അപ്പോൾ ഇത്രയും ധൃതി വെച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാം എന്തോ സംതിങ് ഇസ് റോങ്, സംതിങ് ഇസ് ഫിഷി എന്ന് നമുക്ക് മനസ്സിലാവും. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് നോക്കാം മീഡിയയെ പറ്റിയാണ് ഇന്നത്തെ ആർട്ടിക്കിൾ. പെറിൽസ് ഓഫ് എഡിറ്റോറിയൽ ലാക്സിറ്റി ആർ ഒബ്വിയസ് ബട്ട് ഡിഫമേഷൻ ഷുഡ് ബി ഡീക്രിമിനലൈസ്ഡ്. നോക്കിയേ, ഡേഞ്ചേഴ്സ് ഓഫ് എഡിറ്റോറിയൽ ലാക്സിറ്റി. എഡിറ്റോറിയലിൽ വരുത്തുന്ന ഫെയിലിയർ എന്ന് പറയുന്നത് അല്ലേ, എഡിറ്റോറിയലിൽ വരുന്ന ഫെയിലിയേഴ്സ് ഇൻ എഡിറ്റോറിയൽ ഉണ്ടല്ലോ, അതിൻ്റെ ഡേഞ്ചർ എന്ന് പറയുന്നത് വളരെ ഒബ്വിയസ് ആണ് കാര്യം. പക്ഷെ അതേസമയം ഡിഫമേഷൻ എന്ന് പറയുന്നത് നമ്മളൊരാളെ കരിവാരി തേക്കുക, ഒരാളുടെ റെപ്യൂട്ടേഷൻ കളയുക എന്ന് പറയുന്നത് ഡീക്രിമിനലൈസ് ചെയ്യേണ്ടത്, വീണ്ടും അല്ലേ അതിനെ ക്രിമിനലൈസ് ചെയ്യേണ്ടതാണ്, ക്രിമിനൽ ശിക്ഷയ്ക്ക് കൊടുക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം അല്ലേ. What happens when there is a grave lapse in editorial judgment and something false gets published? If the report is against someone who wields influence and the media institution concerned is a non-critique of government, the consequence might turn out to be disproportionately severe. Digital publication, The Wire, finds itself in precisely this predicament after a series of its stories has been discredited due to what it admits is fabricated evidence provided by one of its own consultants.
its reporting related to the alleged. നോക്കാം. അപ്പോൾ എന്തിനെ പറ്റിയാണ് പറയുന്നത് നോക്കാം. മീഡിയയിൽ പബ്ലിഷ് ചെയ്ത ഒരു ഡിജിറ്റൽ മാഗസീൻ അല്ലെങ്കിൽ ഡിജിറ്റൽ പബ്ലിക്കേഷനായ വയർ എന്ന പബ്ലിക്കേഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് സംഭവിക്കും ഒരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഫെയിലിയർ നമുക്ക് പറ്റുകയാണ്, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഫെയിലിയർ നമുക്ക് പറ്റുകയാണ് എഡിറ്റോറിയൽ ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. എഡിറ്റോറിയൽ എന്നൊക്കെ പറഞ്ഞാൽ കാഴ്ചപ്പാട് പേജ്, എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രോമിനൻ്റ് എന്താ പറയുക, എസൻസ് ഓഫ് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഒരു പബ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ് എഡിറ്റോറിയൽ പേജ്. അവിടെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന സാധനം എന്തെങ്കിലും ഒരു ഫെയിലിയർ പറ്റിയാൽ, എന്തെങ്കിലും ഒരു തട്ടുകൂട്ട് പരിപാടിയായ പണി വാളും. മാത്രമല്ല ഇഫ് സംതിങ് ഫോൾസ്, എന്തെങ്കിലും ഒരു പൊട്ടത്തരം കയറി നമ്മളത് പബ്ലിഷ് ചെയ്ത് എന്താ നടക്കാൻ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കുകയും. ആൻഡ് അത് മാത്രമാണോ, ജഡ്ജ്മെൻറ്റ് ഈസ് അഗൈൻസ്റ്റ് സമ്മൺ ഹു വീൽസ് ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾക്കെതിരെയാണ് നിങ്ങൾ ഈ പറയുന്ന ജഡ്ജ്മെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ പിന്നെ പത്രത്തിൻ്റെ പബ്ലിക്കേഷൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ആൻഡ് ദ മീഡിയ ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസേൺഡ് ഇസ് നോൺ ക്രിട്ടിക്. ഈ പറയുന്ന മീഡിയ ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ക്രിട്ടീക്കാണ്, ഗവൺമെൻറ്റിൻ്റെ ക്രിട്ടിക് കൂടിയാണെങ്കിലോ പിന്നെ ഗവൺമെൻറ് തീരുമാനമാക്കി തരും അല്ലേ. അത് നമ്മൾ മീഡിയ വണ്ണിൻ്റെ കേസൊക്കെ നമ്മൾ കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കേരളത്തിലെ ഇഷ്യൂസൊക്കെ ഓർമ്മയുണ്ടല്ലോ, അവരുടെ ലൈസൻസ് വില കട്ടാക്കി ഇടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ അതിൻ്റെ അനന്തരഫലങ്ങൾ ഓർ അതിൻ്റെ ഔട്ട്കംസ് മൈ ടേൺ ഔട്ട് ബി വളരെ സിവിയർ ആയിരിക്കും. എന്താ പറയുക, അതിന് അധികം വില അല്ലേ, എന്താ പറയുക, നമ്മൾ ഒരുപാട് വില കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ പറഞ്ഞു വരുന്നത് ദ വയർ എന്ന ഡിജിറ്റൽ പബ്ലിക്കേഷനെ പറ്റിയാണ്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരിപ്പോൾ ഒരു വല്ലാത്തൊരു പ്രെഡിക്കമെൻറ്റിലാണ്, ഒരു പ്രിസൈസ്ലി കൃത്യമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ഒരു പ്രെഡിക്കമെൻറ്റിലാണ്. എന്ത് പറ്റി വെച്ചാൽ അവരൊരു സീരീസ് ഓഫ് സ്റ്റോറീസ് പബ്ലിഷ് ചെയ്തു. സ്റ്റോറീസ് ഇൻ ദ സെൻസ് നമ്മുടെ ഇതുണ്ടല്ലോ, കുറച്ച് ഇൻസിഡൻസിൻ്റെ അവരുടെ ആർട്ടിക്കിൾസ് അവർ പബ്ലിഷ് ചെയ്തു. ആൻഡ് ദാറ്റ് ഹാസ് ബീൻ ഡിസോണർ ചെയ്തു, ഡിസ്ക്രീസ്, മറ്റുള്ള റെപ്യൂട്ടേഷൻ കളഞ്ഞു ഡ്യൂ ടു വാട്ട് ഇറ്റ് അഡ്മിറ്റ്സ് ഇസ് ഫാബ്രിക്കേറ്റഡ്. കാരണം വെച്ചാൽ ചിലരുടെ പേര് ദോഷം ഉണ്ടാക്കി, ഡിസ്ക്രെഡിറ്റ് ആക്കി, അവരുടെ പേരിന് ഡിസോണർ ചെയ്തു. കാര്യം ഇവ ഫാബ്രിക്കേറ്റഡ്, മെനഞ്ഞ കഥകളാണ്, മെയ്ഡപ്പ് എവിഡൻസസ് ആണ്, മെയ്ഡപ്പ് എവിഡൻസ് ആണ്, മെയ്ഡപ്പ് ചെയ്തതാണ് അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റ് ചെയ്തതാണ്, വളച്ചൊടിച്ച കാര്യങ്ങളാണ്. കാര്യം ഇതിൻ്റെ തന്നെ കൺസൾട്ടൻസ് വളച്ചൊടിച്ചതാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇഷ്യൂസിൽ ഇപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ റിപ്പോർട്ടിംഗ് റിലേറ്റഡ് ടു ദ അലജ്ഡ് പ്രിവിലേജസ് എൻജോയ്ഡ് ബൈ എ പെർപെറ്റഡ് ബെനിഫിഷ്യറി ഓഫ് സോഷ്യൽ മീഡിയ മെറ്റാസ് എക്സ്ചെക്ക് പ്രോഗ്രാം. മെറ്റ അറിയാലോ, നമ്മുടെ ഫേസ്ബുക്ക് ഒക്കെ, നമ്മുടെ സുക്കർബർഗിൻ്റെ അതിൽ പ്രിവിലേജ് എൻജോയ് ചെയ്യുന്ന ഒരു പറയപ്പെടുന്നൊരു ബെനിഫിഷ്യറി, മെറ്റയുടെ ഒരു പറയപ്പെടുന്നൊരു ബെനിഫിഷ്യറി, അതായത് ഈ ബെനിഫിറ്റൊക്കെ കിട്ടുന്ന ഒരു മനുഷ്യൻ പറയപ്പെടുന്നു, നമുക്കറിയത്തില്ല പുള്ളി എന്ന് പറയില്ല, അപ്പാരൻ്റ് ആയിട്ടുള്ള ഇന്ന ആളാണ് ഇവിടുത്തെ ബെനിഫിഷ്യറി എന്ന് പറയപ്പെടുന്ന ആ ഒരാളുടെ വളരെ ജയൻ്റ് ആയിട്ടുള്ള മെറ്റയുടെ ഒരു ബെനിഫിഷ്യറിയുടെ പ്രിവിലേജ് ചെയ്യുവാണ്. ഇനി എക്സ്റ്റെക് പ്രോഗ്രാമിൻ്റെ പ്രിവിലേജൊക്കെ എടുക്കുകയാണ്. പ്രിവിലേജ് ദാറ്റ് ഇറ്റ് ക്ലെയിംഡ് ഇൻക്ലൂഡ് ദ റൈറ്റ് ടു റിപ്പോർട്ട് എനി പോസ്റ്റ്, എന്ത് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നും, ആൻഡ് ഹാവ് ഇറ്റ് ടേക്കൺ ഡൗൺ, വേണമെങ്കിൽ എന്തും എഴുതാം, എന്ത് വേണമെങ്കിലും എടുത്ത് കളയാം, റിമൂവ് ചെയ്യാം, വിത്ത് നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. ആരും ചോദിക്കാൻ, എന്നോട് ചോദിക്കാൻ ആരുമില്ല, ഒരു ഇന്ദ്രനും ചന്ദ്രനും എന്നോട് ചോദിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് ഹാസ് ടേൺഡ് ഔട്ട് ടു ബി എ മേജർ ഡെബക്കൽ. ആ കാര്യത്തിലാണ് ആ കൺസൾട്ടൻറ്റിൽ ഇങ്ങനെ കൊടുത്തു എന്ന് പറയുന്നതും. ആൻഡ് ഈ പറയുന്ന റിപ്പോർട്ടിംഗ്, ഇവിടെ ഈ പറയുന്ന വയർ റിപ്പോർട്ട് ചെയ്ത് ഇത് ഒരു അലജ്ഡ് പ്രിവിലേജ് എൻജോയ് ചെയ്യുന്ന ഒരു പെർപെറ്റഡ് ബെനിഫിഷ്യറിയെ പറ്റിയാണ് സോഷ്യൽ മീഡിയയിലെ മെറ്റയുടെ പ്രോഗ്രാമിൻ്റെ കീഴിലുള്ള. ആൻഡ് ഈ പ്രിവിലേജസ് എന്ന് പറയുന്നത്, മേൽപ്പറഞ്ഞ പ്രിവിലേജസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ്, ഏത് പോസ്റ്റ് വിടാം, ഏത് പോസ്റ്റ് എപ്പോൾ എടുത്ത് കളയാം, ആരും ഒരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അവസാനം എന്തായി മാറി, ഒരു വലിയൊരു ഡെബക്കിളിൽ അവസാനിച്ചു എന്നാണ് പറയുന്നത്. സോ ലെറ്റ്സ് സീ. അമിത് മൽവിയ, ഹെഡ് ഓഫ് the ruling BJP's National IT Department, named as one who had got an Instagram removed, has filed a police complaint alleging a conspiracy by the wire to harm his reputation through forgery. The Delhi police, with whom the Wire 2 filed a complaint against its consultant Devesh Kumar for allegedly perpetrating an elaborate hoax by submitting fabricated digital proof, lost. നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന ഇതാണ്, കാര്യത്തിലോട്ടുള്ള കടന്നു വരാം കേട്ടോ. അപ്പോൾ അമിത് മലവിയ എന്ന് പറയുന്ന പുള്ളി ആണ് ബി ജെ പിയുടെ നാഷണൽ IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ഈ അമിത് മാൽവിയെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ ഇയാളെ അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ ഇയാളാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് റിമൂവ് ചെയ്ത ആൾ. ഹി വാസ് ഗോട്ട് എൻ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് റിമൂവ്, അയാളുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് റിമൂവ് ചെയ്യിപ്പിച്ചു എന്നാണ് പറയുന്നത്. ആൻഡ് ഇതിനെ എന്നിട്ട് അതുപോലെ മാത്രമല്ല പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തു. കാര്യം വെച്ചാൽ ഇത് പുള്ളി ക്ലെയിം ചെയ്യുന്നെങ്കിലാണ് ഒരു കോൺസ്പിറസി, നമ്മുടെ വയർ ഒരു കോൺസ്പിറസി നടത്തിയിട്ടാണ് ഈ പരിപാടി നടത്തി, എൻ്റെ പേരിലൊരു കോൺസ്പിറസി നടത്തിയെന്നും ഗൂഢാലോചന നടത്തിയതാണെന്നും, എന്നിട്ട് വയർ എന്ത് ചെയ്തു, എൻ്റെ റെപ്യൂട്ടേഷനെ ഹാം ചെയ്തു, അതായത് അയാളുടെ റെപ്യൂട്ടേഷനെ ഹാം ചെയ്തു, ഫോർജറി യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്തത്, അല്ലെങ്കിൽ ഇതൊക്കെ ഫ്രോജുലൻസ് ആണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു പോലീസിൽ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു. അങ്ങനെ ഡൽഹി പോലീസ്
ഡൽഹി പോലീസ് വിത്ത് ഹും, ഈ ഡൽഹി പോലീസിനൂടെ വയറും ഒരു കംപ്ലയിൻറ്റ് എന്താണ് രജിസ്റ്റർ ചെയ്തായിരുന്നു. വയർ നമ്മുടെ പബ്ലിക്കേഷനും ഒരു ഇത് പബ്ലിഷ് ചെയ്തായിരുന്നു. കാരണം വെച്ചാൽ ഇയാളുടെ ഈ പറഞ്ഞ വയർ എന്ന പബ്ലിക്കേഷൻ്റെ കൺസൾട്ടൻറ്റ്, നമ്മൾ പറഞ്ഞല്ലോ കൺസൾട്ടൻറ്റ്, നേരത്തെ പറഞ്ഞ കൺസൾട്ടൻറ്റ്, ആ കൺസൾട്ടൻ്റായ ദേവേഷ് കുമാർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ, ഈ പറയുന്ന കൺസൾട്ടൻറ്റ് അലജഡ്ലി ക്ലെയിം ചെയ്യപ്പെടുന്നു ആയിട്ട്, ഇങ്ങനെയാണ് അറിയില്ല, ഉറപ്പറിയില്ല, അതാണ് പറയുന്നത്, ക്ലെയിം ചെയ്യപ്പെടുന്നു ദാറ്റ് ഇയാൾ ഇങ്ങനെ ഒരു എലാബറേറ്റ് ചെയ്തൊരു ഹോക്സിൽ ഒരു എന്താ ചതിയിൽ പെർപെട്രേറ്റ് ചെയ്തുവെന്നും അതിനെ കമ്മിറ്റ് ചെയ്ത് അയാൾ ചെയ്തുവെന്നും അങ്ങനെ ഇയാൾ കുറേ ഫാബ്രിക്കേറ്റഡ് ഡിജിറ്റൽ പ്രൂഫ് സബ്മിറ്റ് ചെയ്തു എന്നുമാണ് പറയപ്പെടുന്നത്. ദാറ്റ് ലോസ് നോ ടൈം ഇൻ സെർച്ചിങ് ദ റെസിഡൻസ് ഓഫ് ഇറ്റ്സ് എഡിറ്റേഴ്സ് ആൻഡ് സീസിങ് ലാപ്ടോപ്സ് ആൻഡ് ഫോൺ. അത് കൊടുത്ത താമസമില്ല, അപ്പോഴേക്കും പെട്ടെന്ന് വീട്ടിലോട്ടൊക്കെ പോലീസുകാർ വന്നു, എല്ലാവരുടെ എഡിറ്റേഴ്സിനൊക്കെ വീട്ടിലോട്ട് വരുന്നു, ലാപ്ടോപ്സൊക്കെ എടുത്ത് സീസ് ചെയ്യുന്നു, ആൻഡ് ഫോൺസൊക്കെ സീസ് ചെയ്യുന്നു. പെട്ടെന്നായിരുന്നു ചാർജ് എടുത്ത്, പെട്ടെന്നായിരുന്നേ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്നു. പിന്നെ even by the set standard of the present regime in dealing with vocal dissenters, the hurry shown and the seizures made by the police are shocking. The effort seems to be make an example of the wire. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ പെട്ടെന്ന് പോലീസ് അതിൽ ഇടപെട്ടു. വോക്കൽ റെസിഡൻസ്, വേറൊരു വോക്കൽ ഡിസെൻഡൻസ്, വോക്കലായിട്ട് ഒബ്ജക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊട്ടസ്റ്റിനെതിരെ ഇത്ര പെട്ടെന്ന് ഹറി ചെയ്തിട്ട് സീഷർ നടത്തുകയും പോലീസ് വരുന്ന കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നത് വളരെ ഷോക്കിംഗ് ആണ്. അത് ഇന്ത്യ എന്നുള്ള റിസൾട്ട് പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത്. അത് കണ്ടിട്ട് ഈ എഫേർട്ട് കണ്ടപ്പോൾ മേക്ക് എൻ എക്സാമ്പിൾ ഓഫ് വയറിനെ കണ്ടുപിടിക്കുക, അങ്ങനത്തെ ഒരു എക്സാമ്പിൾ വയറിനെ പോലെ ഇതെല്ലാം ചെയ്യുക എന്നുള്ള രീതിയിലോട്ട് വന്നു. ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. Despite the element of forgery in this case, one cannot dismiss a possible conspiracy to discredit the wire. Mr. Mallya has limited his complaint to its founders and journalists whose bylines appeared in initial reports concerning him. Further, the complaint does not name Mr. Kumar, raising a doubt whether this is intentional. The dash. അപ്പോൾ പറഞ്ഞു വരുന്നു നോക്കിയേ, ഇവിടെ നമ്മുടെ ചോദ്യം ഇതാണ്. നമുക്കറിയാം ഈ കേസിൽ ഫോർജറി എന്നൊരു കാര്യം നമ്മൾ മാറ്റിവെക്കുകയാണ്. അതുകൂടാതെ അല്ലേ, ഡെസ്പൈറ്റ് അത് മാത്രമല്ല, ഈ ഫോർജറി എന്നൊരു എലമെൻറ്റ് മാത്രം അല്ലാതെ നമ്മൾ മാറ്റിവെക്കുകയാണ്. അതുകൂടാതെ നമുക്ക് ഒരിക്കലും ഡിസ്മിസ് ചെയ്യാം, നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല ഒരു പോസിബിൾ കോൺസ്പിറസിയെ. കാരണം വെച്ചാൽ ഇത് വയറിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി, ഡിസോണർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതല്ലേ എന്നൊരു നമുക്ക് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. കാര്യം എന്താ വെച്ചാൽ ഈ മല്ലവി എന്ന് പറയുന്ന കക്ഷി ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. ഈ കംപ്ലയിൻറ്റ് കൊടുത്ത് വളരെ ലിമിറ്റഡ് ആയ ആൾക്കാരുടെ പേരിൽ മാത്രം, എല്ലാവരിലോട്ടും അല്ല. കാര്യം അവരുടെ ഫൗണ്ടേഴ്സിനെതിരെയാണ് കൊടുത്തത്. പിന്നെ ജേർണലിസ്റ്റ്, ഏത് ജേർണലിസ്റ്റുകളാണ്? ബൈലൈൻ പേര് പബ്ലിഷ് ചെയ്തിട്ട് കൊടുക്കില്ല. ബൈലൈൻ എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈൻ്റെ താഴെ ഒരു ബൈലൈൻ, ഇന്നയാളുടെ പേര് കൊടുക്കില്ലേ, ആ പേര് കൊടുക്കുന്ന ബൈലൈൻ ചെയ്ത ആൾക്കാരുടെയും അങ്ങനെയുള്ള ജേർണലിസ്റ്റിനെയും ഫൗണ്ടേഴ്സിനെതിരെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിനാണ് അയാൾക്കെതിരെയുള്ള ഇനീഷ്യൽ റിപ്പോർട്ട്സ് വന്ന അവർക്കെതിരെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയൊന്നുമില്ല. മാത്രമല്ല ഈ കംപ്ലയിൻറ്റിൽ ഇത് ന്യൂസ് കൊടുത്ത കൺസൾട്ടായ ദേവേഷ് കുമാറിൻ്റെ പേര് പരാമർശിക്കുന്ന പോലുമില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരാം വെദർ ദിസ് ഇസ് ഇൻറ്റൻഷണൽ. അപ്പോൾ ഈ കേസ് മെനഞ്ഞെടുത്ത് ഇൻറ്റൻഷണലായിട്ട് ചെയ്തതാണോ, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ എന്നൊരു ഡൗട്ട് വരാം. The police should not really be investigating the defamation angle. അപ്പോൾ ഡിഫെയിം ചെയ്യുന്ന ആംഗിളിൽ വേണ്ട പോലീസ്, അങ്ങനെയല്ല പോലീസ് ഒരിക്കലും ഒരു കുറ്റം അന്വേഷിക്കേണ്ടത്. As Supreme Court judgments are clear that prosecution for defamation should only be at the instance of the aggrieved person and there can be no police FIR. The case highlights the continuing hazard of having defamation on the statute to be exploited by influential state-backed actors rather than a civil remedy to aggrieved individuals. The court's refusal to decriminalize defamation does add state power to the armory of waiting for occasional lapses in the media. The absence of malice, a key defense in such cases, is quite obvious. The wire case, as no one പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, അപ്പോൾ പോലീസ് ഇപ്പോൾ കോർട്ട് പറയുന്ന അനുസരിച്ച് ശരിക്കും ഇത്രയൊരു ഡിഫമേഷൻ ആംഗിളിൽ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം കോർട്ട് പോലും, സുപ്രീം കോർട്ട് പോലും പറയുന്നത് ഡിഫമേഷൻ്റെ പ്രോസിക്യൂഷൻ നടക്കുന്നത് എങ്ങനെയായിരിക്കും? അപ്പോൾ നമ്മൾ എപ്പോഴാണോ നമ്മുടെ അഗ്രീവ്ഡ് പേഴ്സൺ, ഇതിൽ സങ്കടം ബുദ്ധിമുട്ട് വന്ന ആൾ, ആംഗ്രി ആയിട്ടുള്ള പേഴ്സൺ കൊടുക്കുന്ന റിക്വസ്റ്റ് അനുസരിച്ച് മാത്രം നമുക്ക് ചെയ്താൽ മതി. അല്ലാതെ പോലീസ് FIR പോലും ഇതിൻ്റെ കാര്യത്തിൽ, പോലീസ് FIR ഇതിലിടാനും പാടില്ല, ഡിഫമേഷൻ കേസുകൾ ഇടേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. മാത്രമല്ല ഈ കേസിൽ നമുക്ക് ഒരു ഡിഫമേഷൻ കാര്യമാണ് ഇവിടെ പറയുന്നത്. ക്രിമിനൽ സ്റ്റാറ്റ്യൂട്ടിൻ്റെ ലോയുടെ പേരിൽ ഡിഫമേഷൻ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഇൻഫ്ലുവൻഷ്യലായ ആൾക്കാർ, കുറേ ആൾക്കാർ എടുക്കുന്ന ഒരു എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ ഒരു സിവിൽ റെമഡി ആയിട്ട് നമുക്കിതിനെ കാണാൻ പറ്റില്ല. ഒരു സിവിൽ റെമഡി ആയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, അഗ്രീവ്ഡ് ആയ ഇൻഡിവിജ്വലിന് ഒരു റെമഡി കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, നമ്മുടെ കുറച്ച് സ്റ്റേറ്റ് ബാക്ക്ഡ് ആക്ടേഴ്സിന് വേണ്ടി കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കോർട്ടിൻ്റെ റിഫ്യൂസലാണ് ഇങ്ങനൊരു ഡിഫമേഷനെ ഡിക്രിമിനലൈസ് ചെയ്യാൻ കോർട്ട് എതിർക്കാണ് കാര്യം. ആൻഡ് അതിൽ സ്റ്റേറ്റിന് ഇത് കൊടുക്കുകയാണ്. സ്റ്റേറ്റിൽ കുറച്ച് ആർമറി എന്ന് പറയുമ്പോൾ കുറച്ച് ആയുധമായിട്ട് കുറേ പേര് ഇരിപ്പുണ്ട്. ദേ ആർ വെയിറ്റിംഗ് ചെയ്ത്. കാരണം എന്തെങ്കിലും ഒരു ഒക്കേഷണൽ മീഡിയയുടെ ലാപ്സ് വരുന്നുണ്ടെങ്കിൽ അവരെ ഇതാക്കാം. കാരണം മീഡിയ എപ്പോഴും അവർക്കെതിരാണല്ലോ. അതുകൊണ്ട്
അതുകൊണ്ട് മീഡിയക്കെതിരെ വരുന്നുണ്ടോ നോക്കിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാലിസിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഇങ്ങനെയൊരു പ്രശ്നം, ഒരു നെഗറ്റീവ് സ്പൈറ്റ്, ദേഷ്യം ഒക്കെ വരുമ്പോൾ, ആബ്സെൻസ് ഓഫ് സ്പൈറ്റ്, ഒരു ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് വളരെ ഇതായിട്ട് കാണാൻ പറ്റും. എസ്പെഷ്യലി വയർ കേസിൽ കാണാൻ പറ്റും. ആസ് വൺ വുഡ് വിൽഫുള്ളി, അറിഞ്ഞുകൊണ്ട് ഇന്റൻഷ്യലി പബ്ലിഷ് എ റിപ്പോർട്ട് ബേസ്ഡ് ഓൺ ഫാബ്രിക്കേറ്റഡ് പ്രൂഫ് ആൻഡ് ഫേക്ക് വാലിഡേഷൻ ബൈ എക്സ്പേർട്സ് അണ്ടർ ദ ക്ലിയർ റിസ്ക് ഓഫ് എക്സ്പോഷർ. അപ്പോൾ ഇവിടെ ഫാബ്രിക്കേറ്റഡ് പ്രൂഫ് ക്രിയേറ്റ് ചെയ്തായിട്ട് നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റും, എക്സ്പോസ് ചെയ്യാൻ വേണ്ടി തന്നെയായിട്ട്. അറ്റ് ദ സെയിം ടൈം മീഡിയ ഔട്ട്ലെറ്റ് ഷുഡ് അക്നോളജ് ദ പെറിൽസ് ഓഫ് ദ ഇന്റർപ്ലേ ബിറ്റ്വീൻ എഡിറ്റോറിയൽ ലാക്സിറ്റി ആൻഡ് കൺഫർമേഷൻ ബയസ് ഇൻ അസസിംഗ് എ പൊട്ടൻഷ്യൽ സ്റ്റോറി. അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് അവരെ വയറിനെയും കുറ്റം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അറ്റ് ദ സെയിം ടൈം മീഡിയ ഇത് വളരെ അനലിറ്റിക്കലായിട്ട് ഇങ്ങനെ പറഞ്ഞേക്കാണ്. കാരണം മീഡിയ ഔട്ട്ലെറ്റ്സ് എന്ത് ഉറപ്പ് വരുത്തണം, നമുക്കൊരു ന്യൂസ് കിട്ടിയാൽ ആ ന്യൂസ് കിട്ടില്ല എഡിറ്റോറിയൽ അത് കൊടുക്കണതാണോ, അതിനുള്ള ഡേഞ്ചർ നോക്കാതെ ഉള്ളതാണോ എന്നുള്ളത് കൺഫേം ചെയ്തിട്ട്, അല്ലാതെ കൺഫർമേഷൻ കൊടുക്കാതെ ചുമ്മാ അസസ് പോലും ചെയ്യാതെ ഒരു പൊട്ടൻഷ്യൽ സ്റ്റോറി ആക്കി അത് കൊടുക്കുന്നത് എന്ന് പറയുന്നതും that's a difficult thing. അതൊരു ഫെയിലിയർ ഫ്രം യുവർ പാർട്ട്, അതൊരു ഡെബക്കിളായിപ്പോയി എന്നും പറഞ്ഞുകൊണ്ടാണ് നിർത്തുന്നത്. ഇറ്റ്സ് എൻ അനലിറ്റിക്കൽ പാർട്ട്. അപ്പോൾ എന്താവും ഇതിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് വഴിയെ കണ്ടറിയാം. കേസ് എന്തായാലും ഇങ്ങനെയാണ് പോകുന്നത്. കേസിനെ പറ്റി അനലൈസ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ? ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. ലെറ്റ്സ് മൂവ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ സ്പോട്ട് തുറന്നിട്ട് സമയമായി. ഇന്നലത്തെ ക്വസ്റ്റൻ ഇതായിരുന്നു, ഷീ മൈറ്റ് ലുക്ക് സ്ട്രോങ്ങർ ടുഡേ സോ ഇസ് സ്റ്റിൽ വൾണറബിൾ. അപ്പോൾ അവളെ കണ്ടാൽ ഇപ്പോൾ അവൾ അല്ലേ, ഷീ മൈറ്റ് ലുക്ക്, ഒരു പക്ഷേ സ്ട്രോങ്ങർ ആയിട്ട് ഇപ്പോൾ നമുക്ക് തോന്നാം. സോ ഇസ് സ്റ്റിൽ വൾണറബിൾ. ഇവിടെ സോയും ആൻഡും ബട്ടും ഒക്കെ കോറിലേറ്റീവ്സ് ആണ് അല്ലേ, കോറിലേറ്റീവ്സ് അല്ല, കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. നിങ്ങൾ ആൻസർ കുറേ പേര് തന്നായിരുന്നു. കുറച്ച് പേര് കുറേ പേര് തന്നു. പക്ഷെ എന്നാൽ കുറേ പേര് ഏറ്റവും കൂടുതൽ തരാത്തവരാ, മെജോറിറ്റി തരാത്തവരാ. അപ്പം ഓർക്കണം, നമ്മൾ എപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട കാര്യമാണ്, സ്ട്രോങ്ങർ ടുഡേ പോസിറ്റീവ് സെൻസ് ആണ്, വൾണറബിൾ അതിൻ്റെ ഏക നെഗറ്റീവാണ്. അപ്പോൾ സ്ട്രോങ്ങിൻ്റെ പോസിറ്റീവാണ് നെഗറ്റീവ് അല്ലേ, അപ്പോൾ വൾണറബിൾ അതിൻ്റെ നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവ് കാര്യം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്, ഒരേ ഒരു കൺജങ്ഷനേ ഉള്ളൂ, ദാറ്റ് ഇസ് ബട്ട്. കോൺട്രഡിക്ടറി ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ ഉപയോഗിക്കുന്നത് എന്താണ്, ബട്ടാണ്. ഷീ മൈറ്റ് ലുക്ക് സ്ട്രോങ്ങർ ടുഡേ ബട്ട് ഇസ് സ്റ്റിൽ വൾണറബിൾ. സെയിം സാധനത്തിൻ്റെ ഓപ്പോസിറ്റ്സ് കൊടുക്കുന്നു ആൻഡ് ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ബട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ, ഓർത്തോണം. ക്ലിയർ അല്ലേ? മൂവിങ് ഓൺ. ഇന്നത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോളൂ, സമയമില്ലാത്തതുകൊണ്ടാണ് ഓടുന്നത്, നോക്കിക്കോ. He had once said that an independent Palestinian state will not be formed under his watch. നമ്മുടെ നൈതന്യാഹു പറഞ്ഞിരുന്നു, നടക്കുന്ന കാര്യമില്ല, പാലസ്തീൻ ഇൻഡിപെൻഡന്റ് പാലസ്തീൻ സ്റ്റേറ്റ് ഉണ്ടാവുന്ന കാര്യം നടക്കുന്നില്ല, എൻ്റെ വാച്ചിൽ ഞാൻ ഇരിക്കുന്ന അത്ര കാലത്ത് നടക്കില്ല എന്ന് പുള്ളി പറഞ്ഞായിരുന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട്, ആൻസർ എനിക്ക് കോമൻറ്റ് സെക്ഷനിൽ തരാം. അപ്പോൾ ഇനി നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. നമ്മുടെ 2 ടെലിഗ്രാം ചാനലുണ്ട്, KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ Attendant for കേരള സെൻട്രൽ എക്സാംസ്. 2 ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ബി കണക്റ്റഡ് വിത്ത് അസ് പീപ്പിൾ. അപ്പോൾ ഇന്ന് രാത്രി 10:15 SSCയുടെ ക്ലാസ്സുമായിട്ട് കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട, കമൻറ്റ് സെക്ഷനിൽ ആൻസർ ഇടാനും മറക്കണ്ട. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ പറയേണ്ട കാര്യമല്ലോ, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കാം അല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച്, ഹാവ് എ വണ്ടർഫുൾ ഡേ. അടിച്ച് പൊളിച്ച് ദിവസം ആഘോഷിക്കാം. ബൈ, ടേക്ക് കെയർ.